വളരെ പരിചിതമായൊരു വേദഭാഗമാണ്. ശ്രദ്ധിച്ചിരിക്കണമേ, വളരെ പരിചിതമായൊരു വേദഭാഗമാണ് എസ്തേറിൻ്റെ പുസ്തകം. അത് പഴയ നിയമത്തിലൊരു വേദഭാഗമാണ്. ഒരുപക്ഷെ എസ്തേറിൻ്റെ പുസ്തകം അറിയാത്തവരാരും ഈ വിശ്വാസികളായിട്ട് ഈ ആലയത്തിനകത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുക, പ്രത്യേകിച്ച് സഹോദരിമാർ. കാരണം സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ആകെ കൂടെ സംസാരിക്കുന്ന 2 പുസ്തകമാണ്, ഒന്ന് എസ്തേറും 2 രൂത്തും. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട 2 പുസ്തകം, അതുകൊണ്ട് ആരും മറക്കാനിടയില്ലാത്തൊരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇത് പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ്. എന്തിനാ പാസ്റ്ററെ പഴയ നിയമം വായിച്ചത്, മനഃപൂർവ്വം വായിപ്പിച്ചതാ? എന്തിനാ? കാരണം ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ആധുനികമായ പലവിധമാകുന്ന പഠിപ്പിക്കലുകൾ ദൈവസഭയ്ക്കകത്ത് പണ്ട് ഏദനിൽ നുഴഞ്ഞു കയറിയ പാമ്പിനെ പോലെ ദൈവസഭയാകുന്ന തോട്ടത്തിനകത്ത് പലവിധമാകുന്ന പഠിപ്പിക്കലുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ് ഇപ്പോൾ പറയുന്നത്. യഹൂദന്മാർക്ക് നൽകപ്പെട്ട പഴയ നിയമമൊന്നും പുതിയ നിയമസഭയ്ക്ക് വേണ്ട, അതൊക്കെ എടുത്ത് ദൂരെ കളയണം. ഇപ്പോഴും കുറേ പാസ്റ്റർമാർ കുറേ ചങ്കീർത്തനം കൊണ്ടിരിക്കുക, യഹൂദന്മാർക്കൊന്നും വേറെ ജോലിയില്ല, ചങ്കീർത്തനമൊക്കെ കീറിക്കളയണമെന്നൊക്കെ പറഞ്ഞും കൊണ്ട് നമ്മെ പരിഹസിക്കുന്ന ഒരു പുതിയ തലമുറ ഇന്ന് ഈ അന്ത്യകാലത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമം വേണോ വേണ്ടയോ എന്ന് തെളിയിക്കാനുള്ള സമയം പോരാ എങ്കിലും കമ്പിവാചകത്തിൽ ഒന്ന് പറഞ്ഞു വിട്ടേച്ച് ഞാൻ ആ വായിച്ച കുറിവാക്യത്തിലേക്ക് ഓടി വരുവാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമം നമുക്കറിയാം, പഴയ നിയമം നിഴലും പുതിയ നിയമം എന്താണ്? പൊരുളുമാണെന്ന് നമുക്കറിയാം. നിഴലുണ്ടെങ്കിലേ എന്തുള്ളൂ? പൊരുളുള്ളൂ. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിഴലുണ്ട്. നിഴലില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. എല്ലാവർക്കും എന്തുണ്ട്? നിഴലുണ്ട്. പക്ഷേ ഇന്ന് സഭായോഗത്തിന് വന്നപ്പോൾ ഞാൻ നിഴലിനെ കൊണ്ടുവന്നില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി പുള്ളി എൻ്റെ കൂടെ നടന്നങ്ങ് ക്ഷീണിച്ചു. ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തോട്ടെന്ന് വിചാരിച്ച് പുള്ളിയെ ബെഡ്റൂമിൽ കിടത്തിയേച്ച് ഞാൻ തന്നെ വന്നുള്ളൂ പാസ്റ്ററെ എന്നുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. എല്ലാവരിലും എന്തുണ്ട്? നിഴലുണ്ട്. കാരണം നിഴലുണ്ടെങ്കിലേ പൊരുളെന്ന യാഥാർത്ഥ്യമുള്ളൂ. ഇപ്പം പൊരുളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചു വെച്ചാൽ ഞാൻ പറയും, കുഞ്ഞോൻ പാസ്റ്ററെ 2 ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുമോ? കാരണം ആരുണ്ട്? നിഴലുണ്ട്. ഒരു ഗ്ലാസ് പുള്ളിക്കൂടെ വേണം എന്ന് നമ്മൾ പറയാറില്ല. പക്ഷേ ഇവൻ കൂടുണ്ട്, കഴിക്കത്തുമില്ല കുടിക്കത്തുമില്ല. എന്നാൽ ചാകുന്ന കാലം വരെയും ഇത് കൂടുണ്ട്. അതിൻ്റെ പേരാണ് നിഴലെന്ന് പറയുന്നത്. നിഴലുണ്ടെങ്കിലേ പൊരുളുള്ളൂ. നിഴലില്ലാതെ വന്നാൽ ഭൂതമെന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നിഴലുണ്ടെങ്കിലേ പൊരുളുള്ളൂ. ഇനി പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ 3ആയി നമുക്ക് പഠിക്കണം. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ, അന്ത്യകാലഘട്ടത്തിൽ പഴയ നിയമത്തെ നമുക്ക് 3ആയി പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, പഴയ നിയമത്തിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ നിർബന്ധമായി ുന്നതും, വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം, യഹൂദനോടുള്ള ബന്ധത്തിൽ നിർബന്ധമായിരുന്നതും എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ നീങ്ങി നിൽക്കുന്നതുമായ ചിലതുണ്ട്. ഒന്ന്, ചുരുക്കത്തിൽ നീങ്ങിപ്പോയ ചിലതുണ്ട്. പ്രമാണമല്ല നീങ്ങിപ്പോയത്, ഒന്നുകൂടെ പറയാം, ന്യായപ്രമാണത്തിൻ്റെ വള്ളിപുള്ളി നീങ്ങിപ്പോകുന്നില്ല. എന്നാൽ യഹൂദനോടുള്ള ബന്ധത്തിൽ നിർബന്ധമായിരുന്നതും ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന സഭയോടുള്ള ബന്ധത്തിലും ഒഴിവാക്കപ്പെട്ട ചിലതുണ്ട്. അതാ നീങ്ങിപ്പോയതെന്ന് പറഞ്ഞത്. 2, നിവർത്തിയാക്കപ്പെട്ടതുണ്ട്. 3, ഉറപ്പിക്കപ്പെട്ടതുണ്ട്. ഇങ്ങനെ തരംതിരിച്ച് നമ്മൾ പഠിക്കണം. വിശദീകരിക്കാൻ സമയം പോരാ, കമ്പിവാചകത്തിൽ വിടാം. 1, നീങ്ങിപ്പോയ ചിലതുണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞു. എന്താ അങ്ങനെ പറയാം? അതൊന്ന് തെളിയിക്കാമോ വചനത്തിലെന്ന് ചോദിച്ചാൽ തെളിയിക്കാം. 1, പഴയ നിയമത്തിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ ആരാധനയ്ക്ക് ഒരു ദിവസം നിർബന്ധമായിരുന്നു. ശരിയല്ലേ? ഏത് ദിവസം? ശബത്ത് ദിവസം അഥവാ ശനിയാഴ്ച ദിവസം എന്ന് നമ്മൾ പറയും. 7-ാം ദിവസം എന്ന് പറയും. ശനിയാഴ്ച ദിവസം ശബത്ത് ദിവസമായിരുന്നു. അന്ന് യഹൂദന് നിർബന്ധമായും ശബത്ത് ആചരിച്ചേ പറ്റത്തുള്ളൂ. അന്നത്തെ ദിവസം യഹോവയ്ക്കുള്ളതാണ്. അതിനകത്തുനിന്ന് 1 മണിക്കൂർ പോലും മാറ്റിവെക്കാൻ അനുവാദമില്ല. പശുവിൻ്റെ കുറ്റി ഒന്ന് അഴിച്ചു മാറ്റിക്കെട്ടാൻ പോലും ഒക്കത്തില്ലെന്നുള്ള നിലയിൽ അന്ന് നിർബന്ധമായിരുന്നു ദൈവത്തിനുള്ള ദിവസം. ഒരു ആരാധനാ ദിവസം. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർക്ക് നിയോഗിക്കപ്പെട്ട സമയത്ത് മാത്രം അടുത്തു ചെല്ലാവുന്ന കൃപാസനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏത് സമയത്തും സമയഭേദമന്യേ ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുത്തു വരുവാൻ ദേവാലയത്തിൻ്റെ തിരശീല 2ആയി ചിന്തിക്കൊണ്ട് ഏത് സമയത്തും പ്രവേശനം സാധ്യമാക്കി തന്നു ദൈവം. അതുകൊണ്ട് പുതിയ നിയമസഭയിൽ ആരാധന ഒരു ദിവസത്തിനും പ്രത്യേകതയോ പ്രാധാന്യമോ നൽകുന്നില്ല. അതിനൊന്നുകൂടെ പറഞ്ഞാൽ പുതിയ നിയമസഭയിൽ ഏത് ദിവസം ആരാധിച്ചാലും പരാതിയില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെന്തിനാ പാസ്റ്ററെ നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ 2 ഉണ്ട് കാര്യം. എൻ്റെ ചിന്തയിൽ 1, ഞായറാഴ്ച ഹോളിഡേ ആയതുകൊണ്ട്. ഇനിയുള്ള പ്രാർത്ഥന ആരാധന ബുധനാഴ്ചയാക്കാമെന്ന് പറഞ്ഞു നോക്കെ എത്ര പേര് വരുമെന്ന് കണ്ടറിയാം. ഇവിടെ വെള്ളിയാഴ്ച വെച്ചിട്ട് പാസ്റ്ററും ഭാര്യയും മാത്രമേ ഉള്ളൂ നാട്ടിൽ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച അവധി എല്ലാവർക്കും വന്നു ചേരാം. 1. 2, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പോസ്തലന്മാർ അപ്പം നുറുക്കാൻ കൂടി വന്ന തെളിവ് പുസ്തകത്തിൽ കിടക്കുന്നത് കൊണ്ട് ഞായറാഴ്ച കൂടി വരുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. അപ്പോൾ തന്നെ ഗൾഫിൽ നിന്ന് പോയവരോ വന്നവരോ പരിചയമുള്ളവരോ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സ്വത്രം പറഞ്ഞേ. ഗൾഫിൽ ഉണ്ട്. അവിടെ ഏത് ദിവസം ആരാധിക്കുന്നത്? വെള്ളിയാഴ്ച. അപ്പം പിന്നെ എന്തുവാ വെച്ചാൽ പേരെന്തുവാ? സാജൻ. അപ്പോൾ വെള്ളിയാഴ്ച ആരാധിക്കുന്ന സാജനും ഞായറാഴ്ച ആരാധിക്കുന്ന ഷമീറും രണ്ടുപേരും നിത്യതയിലോട്ട് ചെല്ലുകയാണ്. അപ്പം പിന്നെ പാട്ടുകാരൻ പറഞ്ഞ പോലെ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോയി, അങ്ങനല്ലേ പാടുന്നത്? തെറ്റൊന്നുമില്ല. കാരണം ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ വന്ന് കൊണ്ടുപോയെന്ന് എഴുത്തുണ്ട്. അതുകൊണ്ട് പാട്ടി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ദൂതന്മാർ വന്ന് സ്വീകരിക്കുകയാണ്. ഷമീർ കൊല്ലം, പിന്നെ അറിയാം, കറിക്കോ. സാജൻ എവിടാ? കുവൈറ്റ്. ഇറങ്ങടാ വെളിയിൽ, നീ വെള്ളിയാഴ്ച അല്ലേ ഇവിടെ ആരാധിച്ച് എന്ന് പറയുമെന്നൊന്നും അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പുതിയ നിയമസഭയിൽ ഏത് ദിവസം ആരാധിച്ചാലും തെറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ആരാധിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, ശനിയാഴ്ച ആരാധിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പം എന്തുവാന്ന് ചോദിച്ചാൽ, ശനിയാഴ്ചയെ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ ടീം ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ, അവരെ സൂക്ഷിച്ചാൽ മതി. കാരണം ശനിയാഴ്ചയേ പാടുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശബത്ത് ആചരിക്കാവെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ശബത്ത് ആചരിക്കുന്ന തെറ്റല്ല. പക്ഷേ ശബത്ത് ആചരിക്കുന്നവൻ ശബത്തിൻ്റെ സകല നിയമങ്ങളും ആചരിച്ച് പ്രമാണിക്കണം. യാഗവും കൂടെ അർപ്പിക്കണം. ആഴ്ച ഓരോ ആട്ടുംകുട്ടിയും കൂടെ കൊണ്ടുപോകണം. ഇവിടെ ഓരോ കിലോ ആട്ടിറച്ചി മേടിക്കാൻ നിവർത്തിയില്ല. അപ്പോഴാണ് ഇനി ആഴ്ച ഓരോ ആടും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ദിവസത്തിൽ മാത്രം പിടിച്ചിരിക്കാതെ ശബത്ത് ആചരിക്കുന്നവൻ ശബത്തിൻ്റെ സകല പ്രമാണങ്ങളും അനുസരിക്കണം. അന്നത്തെ ദിവസം 24 hours ദൈവത്തിന് കൊടുക്കണം. അല്ലാതെ 1-ന് 5 മിനിറ്റ് ഉള്ളപ്പം കവർ കിലിക്ക് കാണിക്കാനൊന്നും ഒക്കത്തില്ല. നമുക്കിപ്പോൾ അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യം. 1-ന് 5 മിനിറ്റ് ഉള്ളപ്പം ബൈബിളിൻ്റെ സിബ് പിടിച്ച് പടാന്ന് വലിച്ചങ്ങിടും. എന്നിട്ട് ഒന്ന് ഞെളിഞ്ഞങ്ങോട്ടിരുന്ന് പിന്നെ ഒരു കവർ അങ്ങോട്ടെടുത്ത് കവറിനകത്തോട്ട് ബൈബിൾ കയറ്റി കിലികിലാന്ന് ഇങ്ങനെ മടക്കി പിന്നെ കിലികിലാന്ന് ഇങ്ങനെ മടക്കി പിന്നെ റബ്ബർ ബാൻഡ് പിടിച്ച് പടമെന്ന് അങ്ങോട്ടിട്ട് പിന്നെ ചില ബ്രോക്കർമാരുടെ കക്ഷത്തിയിരിക്കുന്ന കറുത്തൊരു ബാഗുണ്ട്, അതിനകത്തോട്ട് കയറ്റി അതിൻ്റെ സിബും പിടിച്ച് അങ്ങോട്ടിട്ട് ചില അച്ചായന്മാർ ഞെളിഞ്ഞങ്ങോട്ടിരുന്നിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സമയമായുടെ ഉപദേശി നിർത്തണോ എന്നുള്ള സിഗ്നലാണ് ഈ ഹല്ലേലൂയ എന്ന് പറയുന്നത്. നാട്ടിലെ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ സമയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ എന്നൊക്കെ പറയും. അപ്പോൾ അത് പറയുന്നതിൻ്റെ താല്പര്യം ശബത്ത് ആചരിക്കുകയാണ്. കംപ്ലീറ്റ് ദൈവത്തിന് കൊടുത്തുകൊണ്ട് ശബത്തിൻ്റെ നിയമത്തെ ആചരിച്ച് തന്നെ ആചരിക്കണം. അതാ വിഷയം. അതിന് കഴിയാത്തിടത്തോളം കാലം പുതിയ നിയമസഭയിൽ ഒരു ദിവസത്തിനും പ്രത്യേകതയോ പ്രാധാന്യമോ കൽപ്പിക്കുന്നില്ല. ഇതിന് വചന തെളിവുണ്ടോ ഉപദേശി? വചനത്തിൽ നിന്നാണല്ലോ എല്ലാം പറയേണ്ടത്. എടുക്കാം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ ഉറക്കെ വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 4-ന്റെ 8, 9, 10. നിൽക്കട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. വായിച്ച അച്ചായൻ തന്നെ പിന്നെയും വായിച്ചോളും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവങ്ങളാൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നെ ശ്രദ്ധിച്ചേ. ഇവിടെ പൗലോസ് നിങ്ങളെ എന്ന് സംബോധന ചെയ്യുന്നത് ആരെയാണ്? പറഞ്ഞേ ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരോടല്ലേ പറയണേ? അപ്പം നമുക്കിത് ബാധകമല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് വന്നവരാണെങ്കിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾ മുമ്പ് ദൈവത്തെ അറിയാതെ കണ്ടതിനെയൊക്കെ ദൈവം എന്ന് വിളിച്ചൊക്കെ ജീവിച്ചു. ശരിയല്ലേ? നമ്മളങ്ങനെ ജീവിച്ചവരല്ലേ? കണ്ടതിനെയും കേട്ടതിനെയൊക്കെ ദൈവമാണെന്ന് വിചാരിച്ചിരുന്നു ദൈവത്തെ അറിയാത്ത കാലത്ത്. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പദവിയിലേക്ക് വരാൻ ദൈവം അവസരം തന്നു. അപ്പോൾ അറിയാത്ത കാലത്ത് നിങ്ങൾ കണ്ടതിനെയും കേട്ടതിനെയും എല്ലാം ദൈവം ഒന്ന് വിളിച്ച് എന്ത് ചെയ്തു? ജീവിച്ചു. എന്നിട്ട് അടുത്ത പദം എന്താ പറയുന്നത്? ഇപ്പോഴോ നിങ്ങൾ വിശേഷാൽ ദൈവം. അപ്പം ഇപ്പം നമ്മൾ ആരെ അറിഞ്ഞു? വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞു. എന്നിട്ട് പൗലോസ് ചോദിക്കുക, പിന്നെയും നിങ്ങൾ ഈ ബലഹീനവും ദരിദ്രവുമായ പഴയ പാഠങ്ങളിലേക്ക് പോകുന്ന എന്തിനാ? ഇപ്പം നമ്മൾ അകത്തു വന്നിട്ടും ഇപ്പോഴും പഴയത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു വാദത്തിന് വേണ്ടി സഭ ചോദിച്ചെന്നിരിക്കട്ടെ, അയ്യോ പൗലോസ് പാസ്റ്ററെ വരുമ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ വഴക്ക് പറയാതെ പാസ്റ്ററെ, ഞങ്ങൾ അങ്ങനെ പഴയതിലോട്ടൊന്നും പോകുന്ന ആളൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് ആത്മാവിൽ ആരാധിച്ച് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ച് 3-ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ച ടീമാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളോട് ഇങ്ങനെ വഴക്കൊന്നും പറയല്ല പാസ്റ്ററെ, ഞങ്ങളങ്ങനെ പഴയ ആചാരത്തിലൊന്നും പോകുന്നവരല്ല. പിന്നെ പാസ്റ്റർ എന്തിനാ ഞങ്ങളിങ്ങനെ വഴക്ക് പറയുന്നൊക്കെ ചോദിച്ചാൽ പൗലോസ് ഒരു മറുപടി പറയും. നിങ്ങൾ ഈ പഴയതിൽ പോന്നെന്ന് പറഞ്ഞ് എന്താണെന്നറിയാമോ? എന്താ അടുത്ത വാക്ക്?
ദാ കിടക്കുന്നു. അപ്പം ദൈവത്തെ അറിയാത്ത കാലത്ത് തോന്നിയതൊക്കെ കാണിച്ച് ജീവിച്ചു പോട്ടെ, അതറിയില്ല. എന്നാൽ ഇപ്പം നിങ്ങൾ ആരെ അറിഞ്ഞു? ദൈവത്തെ അറിഞ്ഞു. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുക? ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിച്ചുകൊണ്ട് നടക്കുക. ഞാൻ നിനക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെ ആയോ എന്ന് ചോദിക്കുന്ന പൗലോസിൻ്റെ വേദന. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവസഭയ്ക്ക് അകത്ത് വന്നിട്ടും ഇപ്പോഴും ദിവസങ്ങളുടെ പിടി എന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ടില്ല. മാസങ്ങളുടെ പിടി എന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ടില്ല. വിശേഷ ദിവസങ്ങളുടെ പിടി എന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ടില്ല. അകത്ത് വന്നു ദൈവമക്കളാന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വിശേഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കും ഇൻ്റർനെറ്റിലും ഒക്കെ ഞാനുമൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ നോക്കിയപ്പോൾ എൻ്റെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് കുറേ എണ്ണം ഇവരെയൊക്കെ പേരെന്തോന്നറിയാമോ? പേര് പെന്തക്കോസ്. എന്നിട്ട് കുറേ എണ്ണം എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ്, ഹാപ്പി ഈദ് മുബാറക്ക് എന്ന്. യവനെയൊക്കെ ഓർത്ത് ഞാൻ ഇന്നലെ ഇരുന്നങ്ങ് സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. ഇവൻ്റെ പേരെന്തുവാ? എന്തോ കോസ്. എനിക്ക് മെസ്സേജ് അയക്കുക, ഹാപ്പി ഈദ് മുബാറക്ക് ആശംസകളെന്ന്. ഞാൻ പറഞ്ഞു, ഞാനതൊക്കെ 2002 വിട്ടയാടാ പോടാന്ന് പറഞ്ഞു. അല്ലാതെ ഞാനെന്തോ പറയാനാ? അപ്പം ഈ അകത്ത് വന്നു ദൈവമക്കളെന്നാ പേര്. എന്താരും മിണ്ടുന്നില്ല. ഇതേപോലെ പണ്ടൊരടി ഉണ്ടാക്കിയതാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരുത്തൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വലിയ മൂത്ത പെന്തിക്കോസുകാരൻ, പുള്ളി ഒരു ദിവസം അങ്ങനെ ഒരു പടമൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയേക്കാണ്, ഞങ്ങൾ നോമ്പ് കഞ്ഞി കുടിക്കുന്നു എന്ന്. ഇപ്പോഴൊന്നുമല്ല, മുമ്പ് പടം ഇട്ടേക്കുക, ഞങ്ങൾ നോമ്പ് കഞ്ഞി കുടിക്കുന്നു എന്ന്. ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ ചെന്നിട്ട് എഴുതി, ഒരു ഗ്ലാസ് കഞ്ഞി പോലും തരാൻ വകയില്ലാത്ത ദൈവത്തെ അല്ലയോ നീ സേവിക്കുന്നത്, അടിച്ചോടാന്ന് പറഞ്ഞു. അത്രയൊന്ന് പറഞ്ഞതിന് അയ്യോ, ഞാൻ അത്രയൊന്ന് എഴുതിയതിന് ഇവൻ എൻ്റെ പുറത്ത് കയറി. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ അങ്ങ് എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ അറിയാം, ഞങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സിസ്റ്റം നിങ്ങൾക്കറിയത്തില്ല, അങ്ങനെ ഇങ്ങനെ അപ്പടി ഇപ്പടി ചാപ്പ് ചവറെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയടാ, ഉലകത്തിൻ്റെ ഏത് കോണി ജീവിച്ചാലും ദൈവമക്കൾ ദൈവവചനത്തിൽ നിൽക്കും. അല്ലാതെ സിസ്റ്റം രാജ്യം മാറുമ്പോൾ മാറുന്ന നിയമമാണോ ഇത്? ഇല്ലില്ല. രാജ്യത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാം. എവിടെ പോയാലും അവിടുത്തെ രാജ്യത്തിൻ്റെ നിയമത്തിന് ദൈവ കുഞ്ഞുങ്ങൾക്ക് കീഴ്പ്പെടാം. അവിടുത്തെ ആചാരങ്ങൾക്ക് കീഴ്പ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത്. അങ്ങനാണെങ്കിൽ ശദ്രക്കും മേശക്കും അഭിനവും തീ വീണ എന്തിനാ? രാജാവിൻ്റെ നിയമം ലംഘിച്ചിട്ടാ കുഞ്ഞുങ്ങൾ അതിനകത്ത് പോയി വീണത്. രാജ്യം ഭരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ UK ഇവിടുത്തെ രാജകുമാരൻ രാജാവ് ഇവിടെ ഒരു ഓർഡർ ഇട്ടാൽ അത് അനുസരിക്കാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നോക്കൂ? ഒക്കത്തില്ല. അപ്പോൾ രാജാവ് ഒരു നിയമം ഇടുകയാണ്, ഞാൻ UK ലണ്ടനിൽ വെച്ചിരിക്കുന്ന ബിംബത്തിൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും നമസ്കരിക്കണം. ഓർഡർ ഇട്ടു. ഇവിടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കും ഈ ഓർഡർ ബാധകമാണ് അല്ലേ? അപ്പം നിങ്ങൾ ഈ ഓർഡർ കേട്ടപ്പോൾ എല്ലാവരും നെഞ്ചിടിച്ചു. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം പറയുന്നു, ഞാനല്ലാതെ ഒന്നിൻ്റെ മുമ്പിൽ വണങ്ങരുത്, വഷളത്വം പ്രവർത്തിക്കരുതെന്നൊക്കെ എഴുതി വെച്ചേക്കുക. ഇതും കൊണ്ടാണ് നമ്മളിവിടെ അല്ലേലിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ നിയമം വന്ന് കിടക്കുന്നു, എല്ലാവരും അതിൻ്റെ മുമ്പിൽ പോയി എന്ത് ചെയ്യണം? കുമ്പിടണമെന്ന്. അപ്പോഴാണ് ഇവിടുത്തെ 3 ചെറുപ്പക്കാർ, ശദ്രക്ക് മേശക്ക് അബീദ്, ഇവർ 3 പേരും പറഞ്ഞു, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഉടനെ ഇവർ എല്ലാവരും കൂടെ ചർച്ച കൂടി, നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, നമ്മളിപ്പം വെച്ച് കെട്ടിയൊക്കെ പോയാൽ അതൊക്കെ എങ്ങനെ തീർക്കും? ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണ്ടേ? അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചപ്പോൾ ഇവർ ഒറ്റക്കാലം നിൽക്കുക 3 പയ്യന്മാർ. കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അത് പാടില്ല. അപ്പോൾ രാജാവിൻ്റെ കൽപ്പനയെക്കാളും ഞങ്ങൾക്ക് വലുത് ദൈവത്തിൻ്റെ പ്രമാണമാണെന്ന് പിള്ളേർ പറയുക. സ്തോത്രം. പ്രായമുള്ളവർ വല്ലതും പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം, അവരുടെ നല്ല ജീവിതമൊക്കെ കഴിഞ്ഞ് അവരിനി ചൂള വീണാലെന്ത് ചത്താലെന്ത്. ഇന്നും ചിലരങ്ങനെ റിട്ടയർഡ് ലൈഫ് യേശുവിന് കൊടുക്കാനിരിക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇവരങ്ങനാണോ? പിള്ളേർ അവർ ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൻ്റെ നല്ല യൗവനം, നല്ല യുവത്വം, ആ നല്ല ജീവിതം പ്രമാണത്തിന് വേണ്ടി കളയാൻ നിൽക്കുക പിള്ളേർ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ ആഴം? അച്ഛാ, ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ ഈ പിള്ളേരെ 3 പേരെയും കാണാൻ നമ്മുടെ സെൻട്രൽ പാസ് ഉൾപ്പെടെ എല്ലാവരും വരും. ശദ്രക്കെ മേശക്കെ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ തീച്ചുള്ള വീഴുമ്പോൾ പരിജ്ഞാനം വേണം. അങ്ങനെ പരിജ്ഞാനം വേണം. ചുമ്മാ ആവേശമൂത്ത് എടുത്ത് ചാടി നല്ല പ്രായത്തിൽ ജീവിതമൊന്നും കളയാതെ ഒരു കാര്യം ചെയ്യും. തൽക്കാലം ഇതിപ്പോൾ ഇവിടുത്തെ നിയമമാണ്. നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ രാജാക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണമെന്ന് ബാക്കി സൺഡേ ക്ലാസ് ഇതൊന്നും പഠിച്ചല്ലേ. അതുകൊണ്ട് പരിജ്ഞാനം വേണം. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യും. തൽക്കാലം നിങ്ങളെല്ലാവരും പോയി അതിൻ്റെ മുമ്പിലൊന്ന് വണങ്ങ. എന്നിട്ട് നിങ്ങളിങ്ങ് വാ, നമുക്ക് സഭയായിട്ടൊരു 21 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാം. ഇന്ന് നമ്മൾ പറയുന്ന തിയറിയായി പറയുന്നേ, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും ഇന്ന് നമ്മൾ പറയുന്ന തിയറിയായി പറയുന്നേ.
നമുക്കൊരു 21 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കാം. എന്നിട്ട് രാജാവിൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ടിട്ട് സ്വസ്ഥത കൊടുക്കാതെ അങ്ങേരി തീർപ്പങ്ങ് മാറ്റി എഴുതിക്കാൻ തക്കവണ്ണം നമുക്ക് കൊട്ടാരക്കരയെന്ന് ചുഴലി അടിക്കുന്ന പ്രവാചകനെ കൊണ്ടുവരാം. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ വഴികളതാ. എന്നാൽ പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിൻ്റെ കൽപ്പനയെക്കാളും വലുത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. അപ്പം ഏത് രാജ്യത്തായാലും ഉലകത്തിൻ്റെ ഏത് കോണിൽ പോയാലും പ്രമാണത്തിൽ നിൽക്കുന്നവൻ പ്രമാണത്തിൽ നിൽക്കും. സ്തോത്രം. അപ്പം ഇവനെ എഴുതി, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ എഴുതി. ഞാൻ പറഞ്ഞു ഒറ്റ മറുപടി, എടാ കുഞ്ഞെ, നീ കഞ്ഞി കുടിക്കുകയോ ബിരിയാണി അടിക്കുകയോ ചെയ്യും, എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷെ നീ ഒരു കാര്യം അറിയണം, അന്യദേവൻ്റെ നാമത്തിൽ കിട്ടിയത് നീ എടുത്ത് സ്തോത്രം പറഞ്ഞ് അടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഇത് നിൻ്റെ കയ്യിൽ വന്നതിന് മുൻപ്, കഞ്ഞി നിൻ്റെ മുമ്പിൽ വിളമ്പുന്നതിന് മുമ്പ് അവർ പറയുന്നൊരു സൂക്തമുണ്ട്. അല്ലാഹുമ്മ ലകസുന്തു അലാ ലിഫ്രിക അഫ്തർതു എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ നോമ്പ് നോറ്റു, നിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ മുറിച്ച് ആഹാരം കഴിക്കുന്നു പറഞ്ഞ് അന്യദേവൻ്റെ നാമത്തെ സ്തുതിച്ചും കൊണ്ട് നിൻ്റെ മുമ്പിൽ കിട്ടിയ കഞ്ഞി നീ മോന്തട, നിനക്ക് ദൈവമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു. ഇതിവനറിയാമോ? അപ്പോൾ നമ്മൾ നോക്കണം, അറിവില്ലായ്മയുടെ കാലം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ടും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ പഴയത് ആചരിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെയായോ? മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ? വളരെ വേദനയുണ്ട് ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ. എനിക്ക് ഈ സഭാ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ക്ഷണിക്കപ്പെടുന്ന സഭായോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നയാളാണ് ഞാൻ. പല സഭായോഗങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം സഭായോഗത്തിനകത്ത് പോലും സകല ചടങ്ങുകളും കയറിക്കിടപ്പുണ്ട്. സഭായോഗത്തിനകത്ത് പോലും സകല ചടങ്ങുകൾക്ക് സമയമുണ്ട്, സമയമില്ലാത്ത ദൈവവചനത്തിനാണ്. മനസ്സിലാക്കണം. ചില സഭായോഗത്തിൽ ചെല്ലുമ്പം ബർത്ത്ഡേ എഴുന്നേറ്റാട്ട്, വെഡിങ് ആനിവേഴ്സറി എഴുന്നേറ്റാട്ട്, കുഞ്ഞമ്മയുടെ 70 എഴുന്നേറ്റാട്ട്, എല്ലാം ഇതിനകത്ത് കയറി സഭയ്ക്കകത്ത് കയറി അങ്ങ് കിടക്കുക. ഇതല്ല. അപ്പം നിങ്ങളൊരു വാദത്തിന് വേണമെങ്കിൽ ചോദിക്കും, പാസ്റ്ററെ പിന്നെ ഒരു വർഷം ദൈവം കുഞ്ഞിനെ നടത്തിയതിന് നമ്മളൊരു നന്ദി കൊടുക്കണ്ടായോ? ഒരു വാദത്തിന് പിന്നെ കൊടുക്കണ്ടായോ? പിന്നെ നന്ദിയില്ലാത്തവരാണോ? കൊടുക്കണം. നിങ്ങളുടെ ദൈവദാസനെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിർബന്ധമാണെങ്കിൽ ഒരു പീസ് കേക്ക് മുറിച്ച് ഭാഷണാക്കി വെച്ച് കൊടുത്തോ. എന്നാലും ഇതൊന്നും എവിടെ കൊണ്ട് കയറ്റരുത്? സഭയ്ക്കകത്ത് കൊണ്ട് കയറ്റരുത്. വിശുദ്ധ സഭായോഗം അലക്ഷ്യമാക്കരുത്. ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കാൻ വരുന്നതിനിടയിൽ ഒരു തരത്തിലുള്ള ജാതീയ ആചാരങ്ങളും പ്രമാണങ്ങളും ദൈവസഭയ്ക്കകത്ത് കയറാൻ പാടില്ല. ഇത് വേർപാടനുഷ്ഠിക്കുന്ന സഭയാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് പലർക്കും അത് യോഗ്യമായി ഇഷ്ടപ്പെടാത്തത്. നമ്മൾ മനസ്സിലാക്കണം, പൗലോസ് വേദനയോട് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് വെറുതെയായോ? നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ദിവസങ്ങളും മാസങ്ങളും, അയ്യോ ശതാബ്ദി, നവതി, സിൽവർ ജൂബിലി, ഇതെല്ലാം പെന്തിക്കോസിൽ കയറി കിടപ്പില്ല ഇപ്പം. സ്തോത്രം. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ. നാട്ടിൽ ഈ അടുത്ത നമ്മളെ ഒരു കാര്യമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുതെന്നാണ് എഴുതിയേക്കുന്നത്. അല്ലേ? ജാതിയുടെ വഴി നിങ്ങൾ എന്ത് ചെയ്യരുത്? പഠിക്കരുത്. ഞാനത് പറയുമ്പോഴെല്ലാം ഓർക്കുന്നത്, നാട്ടിൽ ഈ സമുദായക്കാരുള്ള മീറ്റിങ്ങൾ, അതായത് ഈ കത്തോലിക്ക പോലുള്ള സമുദായക്കാരുടെ ഏരിയകളിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ അവിടെയൊക്കെ എടുത്തു പറയുന്നൊരു പദമാണ് ഈ പദം. ഏത്? ജാതിയുടെ വഴി. എന്നിട്ട് ഞാൻ അവരോട് പറയും, ദേശത്തിലെ പാരമ്പര്യ ക്രൈസ്തവരെ, നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആചാരവും ഇവിടുത്തെ ഹിന്ദുവിൻ്റെ അല്ലേ, നിങ്ങൾ പേര് മാറ്റി ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില അച്ചായന്മാരൊക്കെ കണ്ണു തള്ളി നോക്കും, ഹിന്ദുവിൻ്റെ ആചാരം ഞങ്ങൾ ചെയ്യുന്നു, ഇവൻ ആരുടാന്നൊക്കെ ഇങ്ങനെ കണ്ണുരുട്ടിയൊക്കെ നോക്കും. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ കണ്ണൊന്നും ഉരുട്ടി പേടിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഏത്? അമ്പലക്കാരന് പൂജാരി, പള്ളിക്ക് പുരോഹിതൻ, ശ്രീകോവില് സക്കറാരി, പൂണുനൂല്, ബന്ദിങ്ങ, രുദ്രാക്ഷം, കൊന്ത, മുറജപം, ജപമാല, പെരവോസ്താലി, വീട് വെഞ്ചരിപ്പ്, മന്ത്രവടി, അംശപടി, ശബരിമല, പരിമല, അയ്യപ്പോ, മുത്തപ്പോ, മാരിയമ്മ, ചോറ്റാനിക്കരയമ്മ, മേരിയമ്മ, വല്ലാർപാടത്തമ്മ, ദേവന്മാർ, പുണ്യാളന്മാർ, വിഗ്രഹം എഴുന്നള്ളിപ്പ്, റാസ, പറയെഴുന്നള്ളിച്ച, അമ്പെഴുന്നള്ളിക്ക്, ചാത്തനൂട്ട്, ശ്രാദ്ധമൂട്ട്, കുഞ്ഞയ്യപ്പന്, ഉണ്ണീശോ, ഓണം, ക്രിസ്മസ്, മഹാബലി, സാന്താക്ലോസ് 2 വർഷത്തിലല്ലയോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ കുഞ്ഞയ്യപ്പൻ, ഉണ്ണീശോ, മുത്തുക്കുട, ചെണ്ടമേളം, കുടമാറ്റം, കറുപ്പ്, കാവി, നാടകം, ബാലെ, പോരാത്തനി റിമി ടോമിയുടെ ഗാനമേളയും പള്ളിക്കകത്ത്. അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവർ കോളർ പിടിക്കുക. ഞങ്ങൾ ജനിച്ചത് ക്രിസ്ത്യാനി, നിങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് ഇവർ കോളർ പിടിക്കുക. എടാ, ഇതെല്ലാം ജാതി ആചാരമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നിങ്ങളെപ്പോലെ പെന്തിക്കോസുകാരിരുന്ന് എന്ത് ചെയ്യും? ചിരിക്കും. സന്തോഷമാണ്. അവരെ പറയുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്ക്. പക്ഷേ ഇതേ ചോദ്യമാണ് ആദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചേ, ജാതിയുടെ വഴി നമുക്കുണ്ടോ?
അതെന്താ ചിന്തിക്കാത്തേ? സമുദായക്കാർ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മളൊന്നും ചിരിക്കും, ഓ ഗ്ലോറി, അങ്ങനെ അങ്ങോട്ട് അടിച്ചുകൊണ്ട് രക്തം ജയം. നമ്മളോടാ ചോദിക്കുന്ന ജാതിയുടെ വഴി നമുക്കുണ്ടോ? തിരുത്തപ്പെടണം. ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഭവനത്തിൽ സന്ദർശിക്കാൻ അങ്ങോട്ട് പോയ വഴി കയറിയതാ. ഉടനെ വിശ്വാസിയായ ആ വീട്ടിൽ പണിയെല്ലാം വീടൊക്കെ ഇടിച്ചു ഞാൻ ചോദിച്ചു, എന്നാച്ചാ കാശൊക്കെ ആയപ്പം വീടൊക്കെ ഇടിച്ചു കളയുവാണോ? അതല്ല പാസ്റ്ററെ. പിന്നെ അനർത്ഥം ഒഴിഞ്ഞൊരു നേരമില്ല. ഞാൻ പറഞ്ഞു അതുകൊണ്ട് വീട് പൊളിച്ചു കളയാണോ? അതല്ലെന്ന്. കാര്യം മനസ്സിലായി പിന്നല്ലേ. ഞാൻ ചോദിച്ചു എന്തു വെച്ചാൽ, വീട്ടിൻ്റെ കന്നിമൂലയിൽ കക്കൂസ് ഇരിക്കേണ്ടടുത്ത് അടുക്കളയാണ്, അടുക്കള ഇരിക്കേണ്ടടുത്ത് കക്കൂസ്. അപ്പം കന്നിമൂലയിൽ ഇങ്ങനെ വരാൻ പാടുള്ളൂ, അതാണ് അനർത്ഥം വരുന്നത്. ഇപ്പം പൊളിച്ചിട്ട് അടുക്കള ഇരിക്കുന്നിടത്ത് എന്താക്കാൻ പോവാ? കക്കൂസ്. കക്കൂസ് ഇരിക്കേണ്ടടുത്ത് അടുക്കള. ഇവൻ്റെയും പേരെന്തുവാ? എന്തോ കോസ്. എനിക്കിതാ മനസ്സിലാകാത്തത്. മറ്റൊരനുഭവം, ഒരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഒരു ആൻറ്റിയുണ്ട്. ആൻറ്റി, യോ ഷമീർ പാസ്റ്റർ എത്ര നാളായി കണ്ടിട്ട് ഇങ്ങോട്ട് കയറി, ഞങ്ങൾ ടി വിയിലൊക്കെ കാണുന്നുണ്ട്, അടിച്ചു മിന്നു വലിയ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛൻ എന്ത് കടയിലോട്ട് പോയി, ഇപ്പോൾ വരും, ഇരി. എന്തുകൊണ്ട് അമ്മാമേ വിശേഷം? സഭയിൽ 21 പാസ്റ്ററെ. ആണോ? 21 ഇരുന്നു. എനിക്ക് കൃപ കിട്ടി പാസ്റ്ററെ. എനിക്ക് കൃപ കിട്ടി. ദർശനം എല്ലാം കിട്ടി. എന്തോ കിട്ടി? എല്ലാം എന്നെ കാണിക്കും, എല്ലാം എന്നെ. ചില പെണ്ണുങ്ങൾ തന്നെ അങ്ങ് പറയും, എനിക്ക് ഭയങ്കര കൃപയാണ്, എല്ലാം എന്നെ കാണിക്കും. അടുത്ത് എവിടെങ്കിലും ഒരു കത്തിക്കുത്ത് കൊലപാതകം പിടിച്ച് പറയും, മോഷണം, ബലാത്സംഗം, പീഡനം, സ്ഫോടനം എന്തെങ്കിലും നടന്നാൽ ഒട്ടനെ ഈ പെണ്ണുമ്പോൾ ചാടി വന്നിട്ട് കഴിഞ്ഞ ആഴ്ച എന്നെ കാണിച്ചു ചാടി. എല്ലാം ചത്ത് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്ന ടീമുകളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഒന്നും ഞാൻ പറയത്തില്ല, എല്ലാം നാട്ടിലെ കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച്, അപ്പോൾ പറയുകയാണ്, എനിക്ക് ഭയങ്കര കൃപയാണ്, എനിക്ക് ഭയങ്കര ദർശനമാണ്, എനിക്കെല്ലാം കിട്ടി, ആട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു പെങ്കൊച്ച് കുടവുമായിട്ട് ഇങ്ങനെ വരുക. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം നാട്ടിൽ ഭയങ്കര ക്ഷാമമായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെയൊക്കെ വീട്ടിൽ ഒന്നും വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഈ കുടവുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഉടനെ ഈ ആൻറ്റി അവിടെ നിന്നുകൊണ്ട്, എടി പെണ്ണേ, നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ എടി സന്ധ്യയ്ക്ക് വെള്ളം കോരാൻ വരല്ലോ എന്ന്. ഞാൻ ചോദിച്ചു, ആ ബാക്കി എവിടെ അമ്മാമേ സന്ധ്യയ്ക്ക് വെള്ളം? അപ്പോഴാ ഞാൻ ഇരുന്നുള്ള ബോധം വന്നേ. പെട്ടെന്ന് അല്ല പാസേ, അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഭയങ്കര കൃപയല്ലേ, സന്ധ്യയ്ക്ക് വെള്ളം കോരിയ ആകാശം ഒഴിഞ്ഞു വീഴൂ. അപ്പം അകത്ത് വന്നു, വലിയ വായിൽ അന്യഭാഷ ദർശനമൊക്കെ ഉണ്ട്, പക്ഷെ ജാതിയെ വഴിവിട്ടില്ല. അപ്പൊ പഴയത് എന്തിന് നമ്മുടെ അകത്ത് കയറുന്നു? പറയുകയാണ്, നിങ്ങൾ അകത്തു വന്നു, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു, എന്നിട്ട് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കൂ. അതിനേക്കാൾ വലിയ സങ്കടമാണ്, ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് നമ്മൾ പൊതുവെ പറയുക? 365. കാല് മാറ്റിയോ 365 ദിവസമുണ്ടായി. ഈ 365 ദിവസം ഇവന് ദൈവം കൊടുത്തു. ഇവൻ്റെ വായി കമ്പിട്ട് കുത്തിയാൽ അവൻ സുവിശേഷം ആരോടും പറയത്തില്ല. പക്ഷേ ക്രിസ്മസ് വരുമ്പോൾ അവന് വേഷം കെട്ടി ഇറങ്ങണം. എന്തിനാ? പുതിയ നിയമം കൊടുക്കാൻ. എന്തൊരു എരിവാന്ന് നോക്കി. എടാ 364 ദിവസം നിനക്ക് തന്നില്ലേ, നിനക്ക് കൊടുത്തൂടെ? പോരാ. കാരണം ക്രിസ്മസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പേര് വേഷം കെട്ടി ഇറങ്ങണം. എന്നിട്ട് സമുദായക്കാരെ കാണുമ്പോൾ പറയും, യോ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുവാണോ? എന്താ? യോ സൂര്യദേവൻ്റെ ജന്മദിനമാണ്. ആണോ? ഒന്നും നമുക്ക് പാടില്ല. ആ പേരിലൊക്കെ ആരാധിച്ച ബാബിലോണ്യ മതക്കാരുടെ ദൈവമാണ് സൂര്യദേവൻ എന്ന് പറയുന്നത്, തമ്മൂസ് ദേവൻ. തമ്മൂസിനെ കുറിച്ചുള്ള വിലാപമൊക്കെ എഗസ്കേലില്ലേ? ആണോ? അതുകൊണ്ട് സൂര്യദേവൻ്റെ തമ്മൂസിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന ഇത് ആണോ? അപ്പോൾ സൂര്യദേവൻ ആരാ? അറിയത്തില്ലേ? യെശയ്യാവ് 14:12 അരുണോദയപുത്രനായ ശുക്ര വെട്ടേറ്റ് വീണവനെ. ആര്? പിശാചോ? അവനാ നിങ്ങൾ ഈ മഹത്വം എല്ലാം കൊടുക്കുന്ന ക്രിസ്മസിൻ്റെ പേരിൽ. ഇവിടെ അറിഞ്ഞില്ലല്ലോ. സമുദായക്കാരോട് പറയുന്നത്. എന്നിട്ട് ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെ പള്ളിയിൽ ബലൂണും തോരണവും എല്ലാം കെട്ടിവെച്ചിട്ട് നമ്മളിവിടെ ആഘോഷിക്കുക. എന്താരും മിണ്ടാത്ത? കാറ്റ് പോയാ? സ്തോത്രം. അപ്പം അവൻ ചെയ്യുമ്പോൾ അത് ജാതീയ വഴി, അവൻ ചെയ്യുമ്പോൾ അത് തെറ്റ്. വേറുപെട്ടെന്ന് അവകാശപ്പെടും നമ്മുടെ പള്ളിക്കകത്ത് ഇതിൻ്റെയൊക്കെ പേരിൽ കേക്ക് മുറിയും ആഘോഷവും വിളംബരവും. ഇതെങ്ങനെയാണ് ശരിയാകണേ? സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ? പൗലോസിൻ്റെ ചിന്ത. പാസ്റ്റർ പറഞ്ഞു വന്നത് ശബത്തിനെ കുറിച്ചാണ്. പക്ഷേ പാസ്റ്റർ വായിച്ച ഭാഗത്തിൽ ശബത്തില്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? കൊലോസ്യ ലേഖനം 2:16 വായിച്ചോട്. കൊലോസ്യ ലേഖനം 2:16. വേഗമാട്ടെ, ഓടിവാ. എന്താ കാരണം? വായിച്ചോ. അപ്പൊ ശ്രദ്ധിച്ചേ, പെരുന്നാൾ, വാവ്, ശബത്ത്
കൊലോസി സഭയിലെ വിശുദ്ധന്മാരെ, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് പെരുന്നാളില്ലേ, നിങ്ങൾക്ക് വാവില്ലേ, നിങ്ങൾ ശബത്ത് ആചരിക്കാറില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന ആര് നിങ്ങളെ വിധിക്കണ്ട. കാരണം ഇതൊക്കെ വരുവാനിരുന്നവയുടെ അപ്പം നിഴലായിരുന്നതിൽ നിന്നും നീങ്ങിപ്പോയതിനകത്ത് എന്തൊക്കെ കിടപ്പുണ്ട്? ദിവസങ്ങളുടെ പ്രത്യേകതയുണ്ട്, പെരുന്നാളുണ്ട്, വാവുണ്ട്, ശബത്തുണ്ട്. അതുകൊണ്ടാണ് ചില സമുദായക്കാർ ചോദിക്കും, നിങ്ങളുടെ പള്ളി പെരുന്നാളുകളൊന്നുമില്ലേ? നമ്മൾ പറയും, ഞങ്ങൾക്ക് പെരുന്നാളൊന്നുമില്ല, ഞങ്ങൾക്ക് അടുത്ത ആഴ്ച പെരുന്നാൾ, യൂദാശ്ലീഹയുടെ ഓർമ്മ പെരുന്നാൾ, വല്യപ്പച്ചൻ്റെ പെരുന്നാൾ എന്നൊക്കെ പറയും. നമുക്ക് പെരുന്നാളുകൾ ക്രിസ്തു അകത്തുള്ളവൻ എന്നും പെരുന്നാളാണ്, യേശു അകത്തുള്ളവൻ എന്നും പെരുന്നാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും പറഞ്ഞ് ആരും നിങ്ങളെ വിധിക്കണ്ട. അപ്പോൾ പുതിയ നിയമസഭയിൽ ദിവസങ്ങളുടെ പ്രത്യേകത നീങ്ങിപ്പോയി. ഒരു ദിവസത്തിനും പ്രത്യേകതയോ പ്രാധാന്യമില്ല. ഏത് ദിവസം ഏത് സമയത്തും ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലാം. അതിനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകി. ഒരു കുഞ്ഞിന് അപ്പൻ്റെ അടുക്കൽ ചെല്ലുവാൻ സമയത്തിൻ്റെ പരിമിതിയില്ല എന്ന വണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിരിക്കുന്നുണ്ട്. പിതാവിൻ്റെ അടുക്കൽ ഏതു സമയത്തും ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമായ സൗജന്യ പ്രവേശനം ക്രിസ്തു മൂലം ദൈവം നമുക്ക് തന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 നീങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വിവരിക്കാൻ സമയം പോരാ, കാരണം ആ കുറിവാക്യത്തോട് നീതി പുലർത്തണം. അതുകൊണ്ട് ഞാൻ ഓടി വാക്ക് മാത്രം പറഞ്ഞങ്ങ് വിടുകയാണ്. ശ്രദ്ധിക്കണം. 2 നീങ്ങിപ്പോയത് യഹൂദന് നിർബന്ധ നിയമമാണ് പരിച്ഛേദന, അല്ലേ? എന്നാൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 15 വീട്ടിൽ പോയി പഠിക്കണം. 15 അവിടെ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുടെ തോളിൽ അമിതഭാരം ചുമത്താതിരിക്കേണ്ടതിന് ഹൃദയ പരിച്ഛേദനം മതി എന്നൊരു തീരുമാനം അപ്പോസ്തലന്മാർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ കാരണമൊക്കെ വിവരിക്കേണ്ടതാ, എന്നാൽ സമയമില്ല. കാരണം അവിടെ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ ചെന്ന് സുവിശേഷം അറിയിച്ച് അവിടെ പലരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്തു? യഹൂദിയിൽ നിന്ന് ചിലർ അന്ത്യോക്യയിൽ ചെന്നു. ചിലരെന്നാണ് എഴുതിയേക്കുന്നത്. അത് അപ്പോസ്തലന്മാരല്ല, അപ്പോസ്തലന്മാർ അയച്ചിട്ട് പോയതും അല്ല. യഹൂദിയിൽ നിന്ന് ചിലർ അന്ത്യോക്യയിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ പൗലോസ് പലരെ എന്ത് ചെയ്യുക? വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഏത് വിശ്വാസത്താൽ? ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് പൗലോസ് അന്ത്യോക്യയിലെ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാ ഇവരങ്ങോട്ട് കയറി ചെന്നു. ഇവർ കയറി ചെന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ പരിച്ഛേദന ഏറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവർക്കിടയിൽ ഒരു കലക്കം ഉണ്ടാക്കി. കലക്കമുണ്ടാക്കിയും പൗലോസും ബർന്നബാസും അവരോട് എതിർത്തിട്ട് നേരെ യെരുശലേം കൗൺസിലേക്ക് വരിക, അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് വരിക. ഇതിൻ്റെ തീരുമാനം അറിയാൻ അവർ ദൈവാത്മാവിൽ അരുളപ്പാട് പറഞ്ഞു. എന്താ? ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരുടെ തോളിൽ ഈ അമിതഭാരം ഒന്നും ചുമത്തണ്ട, അവർക്ക് ഹൃദയ പരിച്ഛേദന മതി. എന്നിട്ട് എഴുത്തു കൊടുത്ത് വിടുക അന്ത്യോക്യയിലോട്ട്. ആ എഴുത്തിൽ എടുത്തു പറയുന്ന ഒരു പദമുണ്ട് 15-ാം അധ്യായത്തിൽ, ഞങ്ങൾ അയക്കാതെ ചിലർ നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങളെ ഭ്രമിപ്പിച്ചു, കലക്കി. അപ്പം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ഹൃദയ പരിച്ഛേദന മതി എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയാതെ വിടാൻ ഒക്കത്തില്ല. അപ്പോൾ തന്നെ 16-ാം അധ്യായം പഠിക്കുമ്പോൾ പൗലോസ് തൻ്റെ വേലയ്ക്കായി തിമോത്തിയോസിനെ ശിഷ്യനായി വിളിക്കുമ്പോൾ തിമോത്തിയോസിൻ്റെ അപ്പൻ യവനനായിരുന്നത് കൊണ്ട് പൗലോസ് അവനെ എന്ത് ചെയ്തു? പരിച്ഛേദന കഴിപ്പിച്ചു. അപ്പോൾ 15-ാം അധ്യായത്തിൽ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ 16 ചെയ്ത എന്തിനാ? അത് വൈരുദ്ധ്യമല്ലേ പാസ്റ്റർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വൈരുദ്ധ്യമല്ല, കാരണം അത് ഉപദേശമല്ല. എന്തല്ല? ഉപദേശം അല്ല. കാരണം യഹൂദന്മാർ കലകം ഉണ്ടാക്കുമെന്ന് പേടിച്ച് ചെയ്ത അത് ഉപദേശമാക്കാൻ പുതിയ നിയമസഭയ്ക്ക് പ്രമാണം ഇല്ല. അതിന് ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. ചിലർ നമ്മുടെ സഭയിൽ ഇപ്പോൾ ഒരു അച്ചായൻ എഴുന്നേറ്റുന്നുകൊണ്ട് പറയാണ്, ദൈവമക്കളെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവമായിട്ടൊരു ഒരു ഒരു പ്രാഗൽഭ്യം, ഒരു ഉടമ്പടി ഞാൻ എടുത്തു. നമ്മൾ ചോദിക്കും, എന്തു വച്ചാ? പുള്ളിക്കാരൻ പറയാ, എൻ്റെ ജീവിതത്തിൽ ഇനി മരുന്ന് കഴിക്കത്തില്ല, പാരസെറ്റമോൾ പോലും ഞാൻ കഴിക്കത്തില്ല, എനിക്കിനി മരുന്ന് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി. നമുക്ക് ആർക്കും അദ്ദേഹത്തെ കളിയാക്കാനോ വിമർശിക്കാനോ അനുവാദമില്ല. കാരണം അദ്ദേഹം ദൈവമായിട്ടുള്ള ബന്ധത്തിലെടുത്ത തീരുമാനമാണ്. അങ്ങനെ തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിന്ന് നിത്യത പ്രാപിച്ച എത്ര പിതാക്കന്മാർ നമുക്കുണ്ട്, അല്ലേ? ശരിയല്ലേ? ശരിയാണ്. എന്നാൽ ഈ അപ്പച്ചൻ പറയാണ്, ഞാൻ ഇനി മരുന്ന് കഴിക്കത്തില്ല. നല്ല കാര്യം, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സഭയിൽ എഴുന്നേറ്റ് പറയാം, ഇവിടെ പലതും ആശുപത്രിയോട് നടക്കുക, നിന്നെയൊക്കെ ദൈവം കീറിക്കളയുമെന്നും പറഞ്ഞ് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയാൽ ഈ പുള്ളിയെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി നല്ല ചികിത്സ കൊടുക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് തീരുമാനിക്കാം, പക്ഷേ അത് ഉപദേശമായി പഠിപ്പിക്കാൻ പ്രമാണമില്ല. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് രോഗം വന്നാൽ ചികിത്സ വേണ്ട എന്നത് ഉപദേശമല്ല, മറിച്ച് ആ വ്യക്തിക്ക് കർത്താവ് എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കാൻ എൻ്റെ ദൈവം മതിയായവനാ, ആ ദൈവം എന്നെ വിടുവിച്ചാൽ മതി എന്ന അദ്ദേഹത്തിന് ദൈവമായിട്ടൊരു പ്രാഗൽഭ്യമുണ്ടെങ്കിൽ അദ്ദേഹം ആ തീരുമാനത്തിൽ നിലനിൽക്കട്ടെ. അതിനാരും കളിയാക്കാനോ വിമർശിക്കാനോ ഒക്കത്തില്ല. പക്ഷേ ഷുഗർ വന്ന് പഴുത്ത കാലം കൊണ്ടിരിക്കുന്ന കുഞ്ഞമ്മയോട് ആശുപത്രി പോരെന്ന് പറഞ്ഞാൽ കാല് മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ അത് ഉപദേശമാക്കി പഠിപ്പിക്കാൻ ഒക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ?
പിന്നെ ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ പുള്ളികളൊക്കെ ഉണ്ട്, അങ്ങ് വലിയ ആവേശം പറയും, ഞാൻ പാരസെറ്റമോൾ പോലും കഴിക്കത്തില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പ്രസംഗിക്കാൻ ബൈബിൾ എടുക്കുമ്പോൾ ഒരു സോഡാ കുപ്പിയുടെ കണ്ണാടി എടുത്ത് കണ്ണിലോട്ട് വെച്ചിട്ടാണ് വായിക്കുന്നത്. അത് സ്വർഗത്തിൽ നിന്ന് ഇട്ട് കൊടുത്തതാണോ കണ്ണാടി? ഉണ്ടെന്നില്ല ആരും. അത്രയ്ക്ക് ഡയലോഗ് പറയുന്ന ആൾ എന്ത് ചെയ്യണം? എനിക്ക് കണ്ണാടി വേണ്ട, എൻ്റെ ദൈവം എന്നെ കാണിക്കാൻ മതിയാവന, എനിക്ക് സൗഖ്യം തരും എന്നും കൂടെ പറയണം. ഇത് പാരസെറ്റമോൾ കഴിക്കത്തില്ല, സോഡാ കുപ്പിയുടെ കണ്ണാടി എടുത്ത് വെച്ചിട്ട് പ്രസംഗിക്കും. ആ പരിപാടിയൊന്നും നടക്കുകയില്ല. പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ദൈവം എല്ലാ വിഷയത്തിലും വിടുവിക്കും. പനി പിടിപ്പിക്കുന്ന ദൈവമാണ്, ക്യാൻസറിൽ നിന്നും ദൈവം മതിയായവനാ. അല്ലാതെ ക്യാൻസർ വരുമ്പം മരുന്ന് മേടിക്കാം, പനി വരുമ്പം ദൈവം വിടുവിച്ചോളൂ. അത്രയ്ക്കും കർത്താവിൻ്റെ ഗതികേട് കുറച്ച് കാണിക്കരുത്. ദൈവം സകലത്തിലും മതിയായത്. അപ്പം അതുകൊണ്ട് പ്രാഗൽഭ്യമുള്ളവർ ആ തീരുമാനം എടുത്തോട്ടെ. അത് ഉപദേശമല്ല എന്ന പോലെ പരിച്ഛേദന അതൊരാൾ ഏറ്റു എന്ന് പറഞ്ഞ് അയാളെ പള്ളി നിറങ്ങടാന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ ഇറക്കി വിടേണ്ടി വരും. 8-ാം നാൾ പരിച്ഛേദന ഏറ്റ പുള്ളിയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ആമേൻ, അത് ഉപദേശമാക്കാൻ എന്തില്ല? പ്രമാണമില്ല എന്ന പോലെ പഴയ നിയമത്തിൽ നീങ്ങിപ്പോയ 2 കാര്യം നമ്മൾ പറഞ്ഞു. ദിവസങ്ങളുടെ പ്രത്യേകത, പരിച്ഛേദന, ഓടി വരിക, സമയമില്ല. ആമേ, രണ്ടാമത്തെ ചിന്ത നിവർത്തിയായതുണ്ടെന്ന് പറഞ്ഞു. നിവർത്തിയായത് ഒരെണ്ണം മാത്രം പറയാം. പഴയ നിയമത്തിൽ മാനവജാതി കാലാകാലങ്ങളിൽ തൻ്റെ പാപം മോചിപ്പിപ്പാൻ ചെയ്തുകൊണ്ടിരുന്ന സകലവിധമാകുന്ന പൂജകളും വഴിപാടുകളും യാഗങ്ങളുമെല്ലാം ക്രൂശുമരണമെന്ന ഏകയാഗത്താൽ കാൽവരിയിൽ അവസാനിച്ചു. ഇനി ആരും പാപം മോചിക്കാൻ വേണ്ടി ഒരു യാഗവും അർപ്പിക്കേണ്ട കാര്യമില്ല. പാപം മോചിച്ച് കിട്ടിയ സന്തോഷത്തിൽ ഒരു സ്തോത്രയാഗം വേണമെങ്കിൽ അർപ്പിക്കാം. പാപം മോചിച്ച് കിട്ടാൻ വേണ്ടി ഒരു കാളയും പോത്തിനൊന്നും ഇനി എന്ത് ചെയ്യണ്ട, അറക്കണ്ട. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:11 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചുകൂടെ? എബ്രായ ലേഖനം 10:11. ആരുടെ കാര്യമാണ് പറയുന്നേ? ആരുടെ കാര്യമാണ് പറയുന്നേ? പുരോഹിതന്മാരുടെ കാര്യം. പുരോഹിതന്മാരെന്ത് ചെയ്യുന്നു? ദിവസേന ശുശ്രൂഷിക്കുന്നു. പാപങ്ങളെ പരിഹരിക്കാൻ ഒരു കഴിവുമില്ലാത്ത യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. എന്നാൽ അടുത്ത പദം കേട്ടെ. എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തുമിരിക്കുന്നു. അപ്പൊ ഏകയാഗം. ഇപ്പം 2 കാര്യം പറഞ്ഞു, നീങ്ങിപ്പോയത് പറഞ്ഞു, നിവർത്തിയായി. ഇനി ഉറപ്പിക്കപ്പെട്ടതും കൂടെ 2 കാര്യം കമ്പി വാചകത്തിൽ വിടാം. ഉറപ്പിക്കപ്പെട്ടത് പഴയ നിയമത്തിൽ ഒരു സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധം പുലർത്തി, അക്ഷരാർത്ഥത്തിൽ അവിഹിത ബന്ധം പുലർത്തിയാൽ മാത്രമേ വ്യഭിചാരം എന്ന പാപം അവരിൽ കണക്കിടുന്നുള്ളൂ. അതും സാക്ഷി മൊഴി സഹിതം ബോധ്യപ്പെടണം. അങ്ങനെ ആ പഴയ നിയമത്തിൻ്റെ നിയമമെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അത് പഴയ നിയമത്തിലെ യഹോവ ഇച്ചിരി ചൂടനാണ്, അതുകൊണ്ട് പുള്ളി ദേഷ്യം വന്നാൽ സംഹരിച്ചുകളാം, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാ. പോട്ടെ, ഞാൻ അങ്ങനല്ല. കരുണയും മനസ്സിലും ദയയുള്ള നിങ്ങളുടെ പൊന്നു കർത്താവല്ലയോ ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓടി നടന്ന് കെട്ടിക്കോ. അങ്ങനെ വല്ലതും പറഞ്ഞോ? യേശു അങ്ങനെ വല്ലതും പറഞ്ഞു? കർത്താവ് ഒന്നുകൂടെ അതിനെ എന്ത് ചെയ്തു? കർശനമാക്കി ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നു, ഹൃദയത്തിൽ മോഹിച്ചുകൊണ്ട് നോക്കിയോ നീ പാപം ചെയ്തു. അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ചു. ഇനി പഴയ നിയമത്തിൽ കത്തിയെടുത്ത് കുത്തിയാ കൊലപാതകി, അല്ലെങ്കിൽ കെട്ടിത്തൂക്കിയാ കൊലപാതകി, അല്ലെങ്കിൽ തല്ലിക്കൊന്നാ കൊലപാതകി. പുതിയ നിയമത്തിൽ വരുമ്പോഴോ വായിച്ചുകൂടെ? 1 യോഹന്നാൻ 3:15 ഉറക്കെ വായിക്കണം. 1 യോഹന്നാൻ 3:15. 1 യോഹന്നാൻ 3:15. അടുത്തത്. അപ്പൊ ചോദ്യം, ഒരു കൊലപാതകന്റെ ഉള്ളിൽ എന്തില്ല? സഭ പറ ഉറക്കെ പറ, സമയമില്ല. ഒരു കൊലപാതകന്റെ ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ ഇല്ല. അപ്പം എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. നിത്യജീവൻ ഇല്ലാത്തവൻ കാഹളം തുനിച്ചാൽ പറക്കൂല്ലയോ? ഉറപ്പല്ലേ? എൻ്റെ മാംസം തിന്നാൻ എൻ്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ ജീവനില്ല, മേപ്പോട്ട് പോവോ? ഇല്ല. അപ്പം പിന്നെ ഒരു കൊലപാതകൻ്റെ ഉള്ളിൽ എന്തില്ല? നിത്യജീവനില്ല. പോവോ? നിത്യജീവൻ ഇല്ലാത്തവൻ പോവോ? ഇല്ല. നിത്യജീവൻ പ്രാപിക്കാനല്ലേ നമ്മൾ വിളിക്കപ്പെട്ടെ. നിത്യജീവൻ ഇല്ലാത്തവൻ പോവോ? പോകത്തില്ല. ആരുടെ ഉള്ളിൽ നിത്യജീവൻ ഇല്ലെന്നാ പറഞ്ഞേ? കൊലപാതകയ്ക്ക്. ആരുടെ? ഉറക്കെ പറ, എല്ലാവരും പറ. കൊലപാതകയുടെ ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ. ആരുടെ ഉള്ളിലാ നിത്യജീവൻ ഇല്ലാത്ത? കൊലപാതകയുടെ ഉള്ളിൽ എന്തില്ല? നിത്യജീവൻ. ആരുടെ ഉള്ളിലാ നിത്യജീവൻ ഇല്ലാത്ത? കൊലപാതകയ്ക്ക്. ആരാ കൊലപാതകി? എത്ര കൊലപാതകി ചർച്ചിലുണ്ടോ? വാക്യമാ പറഞ്ഞേ. ഇല്ലാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇല്ലാതിരിക്കട്ടെ. ഒരു പായിൽ ഒരുമിച്ചിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടു സഹോദരിക്ക് ഒരു കൈ കൊടുക്കാൻ കഴിയാതെ, കൂട്ടു സഹോദരന് ഒരു കൈ കൊടുക്കാൻ കഴിയാതെ, ഒന്ന് ചിരിക്കാൻ കഴിയാതെ, ഒരു സ്തോത്രം പറയാൻ കഴിയാതെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാതെ, ആരാധന കഴിഞ്ഞ് വീർപ്പിച്ച് കെട്ടിയ മോന്തയുമായി പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കൊലപാതകി ഒരെണ്ണം കാഹളനാദത്തിങ്കൽ പറക്കത്തില്ല. വാക്യത്തിൻ്റെ തെളിവിലാ പറഞ്ഞേ. സ്തോത്രം.
ഒരു പായിൽ ഒരുമിച്ചിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടു സഹോദരിക്ക് ഒരു കൈ കൊടുക്കാൻ വയ്യ, ഒന്ന് ചിരിക്കാം, ഒരു സ്തോത്രം പറയാൻ വയ്യ, ഒന്ന് സ്നേഹിക്കാൻ വയ്യ, ഒന്ന് ചിരിക്കാൻ പോലും പലർക്കും ഇന്ന് കഴിയുന്നില്ല. പരാജയമാണ്. ആരാധന കഴിഞ്ഞാൽ ധൃതി പിടിച്ചോട് ഒരു 5 മിനിറ്റ് ഒന്ന് വർത്തമാനം പറയാൻ സമയമില്ല, ഒന്ന് മിണ്ടാൻ സമയമില്ല. ആമേൻ. എങ്ങനെ ഇരിക്കുന്നു? സമയമില്ല. തിരക്കാൻ സമയമില്ല. ഒരു കൂട്ടു സഹോദരി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇടയിൽ വന്ന ആൾ ഈ ആഴ്ച വന്നില്ല. അയ്യോ എന്ത് പറ്റി, അവൾക്ക് എന്ത് പറ്റി, ഒന്ന് അന്വേഷിക്കാൻ സമയമില്ല, സ്നേഹമില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു മത്തായി 5:13, എടുക്കണ്ട, നിങ്ങൾ ഭൂമിയുടെ പാകം. ഒത്തിരി മർമ്മങ്ങളുള്ളൊരു വാക്കാത്. ഉപ്പ്. എന്താ ഉപ്പ്? നിങ്ങൾ പാചകം ചെയ്യുന്നവരാ, സഹോദരിമാരോട് ചോദിക്കട്ടെ, സാമ്പാറിനകത്ത് ഉപ്പിട്ടാൽ, ഉപ്പ് സാമ്പാറിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന രംഗം നിങ്ങൾ ഭാവനയിലൊന്ന് കാണുക. ഉപ്പ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ ഉപ്പ് പല ഐറ്റത്തെയാണ് അവിടെ കാണുന്നത്, അല്ലേ? ഇടത്തോട്ട് നോക്കിയപ്പോൾ ചുവന്ന് തൊടുത്തിരിക്കുന്നു തക്കാളി, വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെ കോല് പോലെ ഇരിക്കുക ഷമീർ ഭാഷ പോലെ മുരിങ്ങക്ക, അവിടെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോൾ അടിച്ചു പരത്തിയ കലം പോലെ ചളുങ്ങിയിരിക്കുന്നു ഉരുളക്കിഴങ്ങ്. വല്ലാത്തൊരു മോന്തയാണ്, എന്നാ കാണാനൊന്നും കൊള്ളിയാൽ. ഇവിടെ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല തിളങ്ങിയിരിക്കുക വഴുതനങ്ങ, എന്നാ ഗ്ലാമർ. ഇങ്ങനെ പല ഐറ്റത്തെ കണ്ടുകൊണ്ട് ആരിറങ്ങി വരുന്നേ? ഉപ്പ്. ഉടനെ ഉപ്പ് പറയാണ്, ഓ ഉള്ളിയോ തക്കാളി, ഞാൻ കൂടത്തില്ല പുള്ളിയാട്ട്, ഉപ്പ് പറയുമോ? ഏത് കഷണം എടുത്ത് കടിച്ചാലും എന്ത് കാണും? എല്ലാത്തിലും അലിഞ്ഞു ചേരുക. ദൈവസഭയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അലിഞ്ഞു ചേരുക എന്നുള്ളതാണ് സഭയാകുന്ന ശരീരത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. കാരണം കർത്താവ് ചോദിക്കുക നമ്മളോട്, നീ കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ. അയ്യോ നമ്മളൊക്കെ ഭയങ്കര ഡയലോഗാ, ഓ യേശുപ്പാ എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയാമോ, ഐ ലവ് യു. ആരെയാ? ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ഐ ലവ് യു തൊട്ടടുത്തിരിക്കുന്നവരോട് മിണ്ടത്തില്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നീ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? കുഞ്ഞെ, തിരുവചനമാ പറയുന്ന സഹോദരനെ പയക്കുന്നവൻ കൊലപാതകനാണ്. ഞാനിത് ലൈവിലൂടെ പറയുമ്പോൾ ചിലർക്ക് വേണമെങ്കിൽ ഒരു ഡയലോഗ് ഇങ്ങോട്ടടിക്കാം. അങ്ങനെയാണെങ്കിൽ ഉപദേശി പലരുടെയും പേര് പറഞ്ഞ് സ്റ്റേജിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഉപദേശി കൊലപാതകിയല്ലേ എന്നൊരു വാദത്തിന് ഇങ്ങോട്ട് ചോദിക്കാം. മറുപടിയും കൂടെ ഞാൻ ലൈവിൽ അങ്ങ് പറയാം. ആരാ സഹോദരനെന്ന് ആദ്യം നീ പഠിക്കണം. ദുരുപദേശം പ്രസംഗിക്കുന്നവനും ദുരുപദേശം പ്രചരിപ്പിക്കുന്നവനും ഒന്നും ഷമീർ കൊല്ലത്തിന് സഹോദരനല്ല. സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് എനിക്ക് സഹോദരങ്ങൾ. ദുരുപദേശം പറയുന്നവനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചേ. യോഹന്നാൻ്റെ 2-ാം ലേഖനം 9 മുതൽ വായിച്ചുകൂടെ. ഇതൊന്ന് കേട്ടോണേ. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ വീട്ടിൽ അടുത്തത് അവനോട് അച്ഛാ പ്രൈസലോ, എന്തുകൊണ്ട് സുഖമാണോ, ഇത്രയും ചോദിച്ചു പോയാൽ നീ ആരായി? അടുത്ത വാക്ക്. ഇപ്പം നീ ആരായി? കൂട്ടുപ്രതിയായി. സുഖമാണോ അച്ഛാന്ന് ചോദിച്ചു പോയാൽ പോലും ദൈവത്തിൻ്റെ സന്നിധി നീ ആരായി? കൂട്ടുപ്രതിയായി. അപ്പം കുശലം പോലും പറയാൻ പ്രമാണമില്ലാത്തൊരു വകുപ്പാണ് ദുരുപദേശകൻ. മനസ്സിലായോ? പിന്നെ കുശലം പറയരുതെന്നല്ലേ ഭാഷയെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുശലമൊന്നും പറയത്തില്ല. KFC കൊണ്ടുപോയി ചിക്കനും മേടിച്ചു കൊടുക്കും, കൂടെ ഇന്നൊരു സെൽഫിയും, അത്ര. കുശലമൊന്നും അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. വേദപുസ്തകം പറയുന്നു, കുഞ്ഞേ, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു. ഒരു കൊലപാതകനുള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല. നിത്യജീവൻ ഇല്ലാത്തവൻ മേപ്പോട്ട് പോകത്തില്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ കിടകിടകിടാന്ന് അടിച്ച് കിടക്കത്തെ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ സ്നേഹത്തിൻ്റെ ആത്മാവിലായിരിക്കണം. മടങ്ങി വരാം. അപ്പം നീങ്ങിപ്പോയത് നിവർത്തിയായത് ഉറപ്പിക്കപ്പെട്ട 3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു, അവിടെ വിടുക. ഇനി കുറിവാക്യത്തോട് നമുക്ക് ഓടി വരാം. അങ്ങനെ പഴയ നിയമത്തിൽ നിഴലും പുതിയ നിയമം പൊരുളുമാണെങ്കിൽ നമ്മൾ വായിച്ച എസ്തേറിൻ്റെ പുസ്തകത്തിലും മർമ്മപ്രധാനമായ ചില നിഴലുകൾ എന്ത് ചെയ്യുക? ഒളിച്ചിരിക്കുകയാണ്. അതിൻ്റെ പൊരുൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഞാൻ മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് ഓടി വരാം. വായിച്ചോ. അപ്പൊ ശ്രദ്ധിച്ച, ഇവിടെ നിഴലായ ഒരു സംഭവം നടക്കുകയാണ്. ആ സംഭവത്തിന്റെ പൊരുൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുത്തെ നിഴൽ സംഭവം എന്താണ്? രാജാവിന് ആരെ വേണം? ഒരു മണവാട്ടിയെ. അതാണ് സംഭവം, വേറെ കാര്യമൊന്നുമില്ല. രാജാവിനൊരു മണവാട്ടിയെ വേണം, അല്ലേ? അല്ലേ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ പദവിയുടെ പേരെന്താ?
പറ. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു. അവന്റെ കാന്തയും കാന്ത എന്താ അർത്ഥം? മണവാട്ടി അല്ലേ? അപ്പം മണവാട്ടിയാണ് നമ്മളും അല്ലേ? അവിടെ പറയുന്നു അവിടുത്തെ മണവാട്ടി പകരക്കാരിയാണെന്ന്. ആർക്ക് പകരം? വസ്തുക്ക് പകരം. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇതിന്റെ പൊരുള്? നമ്മളും പകരക്കാരല്ലയോ? ആർക്ക് പകരം? യഹൂദന് ഈ മണവാട്ടി ഭാഗത്തിലേക്ക് വരേണ്ടിയത് ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. അവനോ സ്വന്തത്തിലേക്കോ സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടുള്ള തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിച്ചു കൊന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷ സൗജന്യമായി ജാതികളിലേക്ക് തിരിയുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ കൃപയാൽ ഇതിൻ്റെ അകത്ത് വന്നത്. ഒന്നും പറയാനില്ല വേറെ. കൃപ. സ്തോത്രം. അർഹതയില്ലാത്ത സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി കൃപ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പകരക്കാരിയായ മണവാട്ടിയായി ദൈവം നമ്മയും തെരഞ്ഞെടുത്തു. ഇനി രാജാവ് അവിടെ എന്ത് ചെയ്തു? മണവാട്ടിയെ കണ്ടെത്താൻ എന്താ ചെയ്തത്? വായിച്ചോ. അപ്പൊ അവിടെ നിഴലായി നടക്കുന്ന സംഭവം എന്താണ്? മണവാട്ടിയെ കണ്ടെത്താൻ വേണ്ടി സകല സ്ഥലത്തും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന രംഗം. എന്താ ഇതിന്റെ പൊരുളെന്നറിയാമോ? രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്താൻ ദൈവം നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. മണവാട്ടിയെ കണ്ടെത്തണം. രാജാവിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. രാജാവിൻ്റെ സ്റ്റാഫുകളാണ് ദൈവദാസന്മാർ. രാജാവ് നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ദൈവത്തിൻ്റെ ദാസന്മാർ. പ്രൈസ് ദി ലോർഡ്. അത് രാജാവിൻ്റെ സ്റ്റാഫാണ്. നിങ്ങളെല്ലാവരും ഓരോ ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു കുറവോ കുറ്റമോ പരിഹരിക്കേണ്ടത്, ബോധ്യം വരുത്തേണ്ടത് നിങ്ങളുടെ ബോസാണ്. നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് അവിടെയാണ്. നിങ്ങളെ വെച്ചിരിക്കുന്ന പോസ്റ്റിൽ നിങ്ങൾ വിശ്വസ്തരായി ചെയ്തിരിക്കണം. നേഴ്സിനോട് ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്ന ഡിമാൻഡൊന്നുമില്ല. പക്ഷെ നേഴ്സിൻ്റെ പണി ചെയ്തിരിക്കണം. ഡോക്ടറുടെ പണി ചെയ്തിരിക്കണം. ആ സമയത്ത് അവിടെ ചാഞ്ഞിരുന്ന് ഉറങ്ങിയാൽ CCTV പിടിക്കും. CCTV പേടിച്ചിട്ടല്ലേ എത്ര എണ്ണം മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നേ? ദൈവത്തിൻ്റെ CCTV നമ്മുടെ മേലുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടായിരുന്നെങ്കിലോ? ഉണ്ടോ? ഉണ്ട്. സങ്കീർത്തനകാരൻ പറയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ നടക്കുന്നതും ഞാൻ കിടക്കുന്നതും എന്തിന്? എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം പോലും നീ ദൂരെ നിന്ന് അറിയുന്നു. ദൈവത്തിൻ്റെ ക്യാമറ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ CCTV. ആമേൻ. സങ്കീർത്തനം പറയുക, സ്വർഗത്തിലെ CCTV എവിടൊക്കെ ഉണ്ട്? ഞാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ പോയാൽ നിന്റെ ക്യാമറ അവിടെ ഉണ്ട്. ഞാൻ ആകാശത്തിൽ കൂടുകൂട്ടി അവിടെ, ഭൂമിയുടെ അതോ ഭാഗത്തിൽ എവിടെ പോയെന്ന് വിചാരിച്ചാലും അവിടെയും നിന്റെ കണ്ണ്. ഇപ്പോഴാ ബാത്റൂമിൽ കയറി മിസ് കോൾ അടിച്ചാൽ കാണത്തില്ലെന്നാ ചിന്ത. സ്വോത്രം. മിണ്ടുന്നില്ല. സമുദ്രത്തിന്റെ ആഴത്തിൽ പോയാൽ ദൈവത്തിന്റെ CCTV. അപ്പോഴാ തലേണ റെഡി വെച്ച് മെസ്സേജ് അയക്കുന്ന ദൈവത്തിൻ്റെ CCTV കാണുന്നില്ല. എല്ലാം കുനിഞ്ഞിരിക്കുക. സ്തോത്രം. അപ്പൊ നോക്ക്, ദൈവത്തിൻ്റെ കണ്ണ് തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഒരു മണവാട്ടിയെ കണ്ടെത്തണം. രാജാവിന് വേണ്ടി മണവാട്ടിയെ കണ്ടെത്തണം. ഈ മണവാട്ടിക്ക് മിനിമം 3 യോഗ്യത അവിടെ നിഴലായി വെളിപ്പെട്ട് കിടക്കുക. എന്താ വായിച്ചേ? അവർ നിൽക്കട്ടെ. അവിടുത്തെ മണവാട്ടിക്ക് 3 യോഗ്യത നിഴലായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ 3 യോഗ്യത? പറഞ്ഞേ സഹോദരിമാരെ. 1, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാ, പറ. സൗന്ദര്യം ഉണ്ടായിരിക്കണം. മണവാട്ടി സഭയ്ക്ക് എന്തുണ്ടായിരിക്കണം? സൗന്ദര്യം ഉണ്ട്. അതുകൊണ്ട് നാളെ തൊട്ട് കണ്ണു തെള്ളിയതും പല്ലുന്തിയതും കറുത്തതും കോങ്കണ്ണിയും ഒന്നും ഇങ്ങോട്ട് വന്നേക്കരുതെന്നാണോ? അങ്ങനാണോ? വേദപുസ്തകം പറയുന്ന സൗന്ദര്യം ഭൗതികമല്ല കുഞ്ഞേ. വേദപുസ്തകം പറയുന്ന മണവാട്ടിക്കുള്ള സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആത്മീയ സൗന്ദര്യമാണ്. എന്താ ആത്മീയ സൗന്ദര്യം? വിശദീകരിക്കാൻ സമയം പോരാ. യോഗ്യമായ വസ്ത്രധാരണം, ലജ്ജാശീലം, സുബോധത്തിൻ്റെ ആത്മാവ്, അനുസരിക്കുന്ന മനസ്സ്, ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. വേണമെങ്കിൽ ഒരു വാദത്തിന് വേണം നിങ്ങൾ പറയും, പക്ഷേ അതൊക്കെ സഹോദരിമാരെ കുറിച്ചല്ലയോ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, സഭയെക്കുറിച്ചാണോ? സഹോദരിമാരെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും പറഞ്ഞതിൻ്റെ ഒടുവിൽ പൗലോസ് ഒരു മർമ്മം കൊണ്ട് കോട്ട് ചെയ്ത് വെച്ച് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. ഈ മർമ്മം വലിയത്. ഇപ്പൊ സഭയുടെ സൗന്ദര്യമാ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയുടെ സന്നിധിയിൽ ചെല്ലുകയും. ഇന്നത്തെ അവസ്ഥയൊക്കെ പഠിച്ചാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നുണ്ട് മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് പല സഭയിലും ഇറങ്ങി വന്നാൽ ആശീർവാദം പറയുന്നവരെ കണ്ണും പൊത്തി
നിൽക്കണം. കർത്താവ് അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയാണ്. ദൈവമക്കളെക്കുറിച്ച് യോഗ്യമായ വസ്ത്രധാരണം. 2 ഞാൻ വിവരിക്കുന്നില്ല. ലജ്ജാശീലം എന്ന് പറഞ്ഞാൽ എന്താ? ലജ്ജാശീലം യോഗ്യമല്ലാത്തത്, ഈ ലോകത്തിൽപ്പെട്ടത് പലതും കാണുമ്പോൾ ദൈവമക്കൾ കയ്യേന്ന് തോന്നണം അവനാണ് വേർപാടുള്ളവൻ. സ്തോത്രം. ലോകപ്രകാരമുള്ളതെല്ലാം അംഗീകരിക്കാൻ കഴിയുന്നില്ല. ലോകപ്രകാരമുള്ള പലതും കാണുമ്പോൾ, ലോകപ്രകാരമുള്ള പലതും കേൾക്കുമ്പോൾ, ദൈവഹിതമല്ലാത്ത കാഴ്ച കാണുമ്പോൾ അവിടെ കണ്ടുകൊണ്ട് രസിച്ചു നിൽക്കുകയല്ല. ദൈവഹിതമല്ലാത്ത കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് കേട്ട് രസിക്കുകയല്ല, അവിടെ നിന്ന് ഓടി മാറുന്ന അനുഭവം. സ്തോത്രം. മുൻപോട്ട് വരാനുള്ള മടി എന്ന ലജ്ജാശീലത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് പ്രായമുള്ളവർക്കറിയാം. അപ്പച്ചന്മാർ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് ആ വാതിലിൻ്റെ മൂലയിൽ ഇങ്ങനെ കണ്ണ് മാത്രം ഒന്ന് വെളിയിലോട്ടിട്ട് ഇങ്ങനെ പമ്പി നിൽക്കത്തേ ഉള്ളൂ. അവർ രംഗത്തേക്ക് വരാൻ അവർക്കൊരു ലജ്ജയുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വരാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് വരാൻ അനുവാദമില്ല, ഒരു ലിമിറ്റുണ്ട്. അതാണ് ഭകം, ലജ്ജാശീലം എന്ന് പറയും. 3 സുബോധത്തിൻ്റെ ആത്മാവ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ബോധം കെട്ട ആത്മാവല്ല, സുബോധത്തിൻ്റെ ആത്മാവ്. 4 അനുസരിക്കുന്ന ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ പ്രസംഗം കഴിഞ്ഞു അങ്ങോട്ട് ഇറങ്ങി, എന്നാ പ്രസംഗം ആരും കൊള്ളാം ഇല്ലയോടി, കൊള്ളാം, ഇങ്ങനെയൊക്കെ പറയാനും ആരെങ്കിലുമൊക്കെ വേണ്ടേടി, പിന്നെ വേണം, ഇങ്ങനെ കമൻ്ററി പറഞ്ഞു പോകാനല്ല. ഇന്ന് കേട്ട പല വിഷയങ്ങളും എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തണം. ആ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ദാസം പ്രസംഗിച്ചപ്പോൾ എൻ്റെ ചങ്കത്ത് കുത്തുകൊണ്ടു, എൻ്റെ ഉള്ളിലൊരു കത്ത് കയറി. എൻ്റെ ജീവിതത്തിൽ ആ വിഷയത്തിലൊരു മാറ്റം ഞാൻ വരുത്തും എന്ന് ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നൊരു മനസ്സ് ദൈവസഭയ്ക്കുണ്ടായിരിക്കണം. എല്ലാ ആഴ്ചയിലും ദൈവദാസന്മാർ കയറി ഇന്ന് പ്രസംഗിച്ചിട്ട് പോകുമ്പം ഇന്ന് കാലയ്ക്ക് അടിപൊളിയായിരുന്നു, മാർക്കിട്ട് പോകാനല്ല. ഓരോ ആഴ്ചയിലും കേൾക്കുന്ന വിഷയത്തിൽ എൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടത് ഇന്ന വിഷയത്തിലാണെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ആകയാൽ ആ വിഷയത്തിൽ ഞാനൊരു മാറ്റം വരുത്തും എന്ന് കേട്ട വചനം അനുസരിക്കാനുള്ള മനസ്സ് സഭയുടെ സൗന്ദര്യമാണ്. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാം. 1 സൗന്ദര്യം ഉണ്ടായിരിക്കണം. ഞാൻ ഓടിച്ചു വിടുക. ഒത്തിരി സൗന്ദര്യം എന്ന് പറയുമ്പോൾ യോഗ്യമായ വസ്ത്രധാരണം അതൊരു വിഷയമാണ്. ലജ്ജാശീലം അതൊരു വിഷയമാണ്. സുബോധത്തിൻ്റെ അതൊരു 4 പാർട്ടാണ്. അതൊന്നും പോകുന്നില്ല. 2ാമത്തെ ചിന്തയിലോട്ട് വരാം. സൗന്ദര്യമുള്ള 2 യുവതികളായ, അർത്ഥാൽ ദൈവസഭയ്ക്ക് എന്തുണ്ടായിരിക്കണം? യുവത്വം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നാളെ തൊട്ട് തല നരച്ചവരാരും ഇങ്ങോട്ട് വന്നേക്കരുത്. ആണോ? അങ്ങനാണോ? അല്ല, പിന്നെ എന്താ യുവത്വം എന്ന് പറഞ്ഞാൽ? എന്താ? കാലേബ് പറഞ്ഞതുപോലെ, കുഞ്ഞെ, എൻ്റെ ഭൗതികം 85 എൻ്റെ അകത്ത മനുഷ്യൻ അവനോടൊരു വെട്ടുവാൻ ആത്മാവിൽ റെഡിയോ. ആത്മീയ യുവത്വം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനു വേണ്ടി എന്തും ഏതും ആയിത്തീരുവാൻ അകത്ത മനുഷ്യൻ യുവത്വം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനത് പറയുമ്പോൾ എല്ലാ പ്രസംഗ സ്ഥലത്തും പറയുന്നൊരു അനുഭവം ഉണ്ട്. അറിയാമോ? ഞാൻ നാട്ടിൽ വള്ളികുന്നം AG എന്ന് പറഞ്ഞ സഭയിൽ ഒരു ശുശ്രൂഷ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. പകൽ സെക്ഷൻ കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കാൻ എനിക്ക് മുകളിലെ റൂമിൽ തന്നു. ഞാൻ അവിടെ റൂമിൽ പോയി കട്ടിലിലോട്ട് ഒന്ന് കിടക്കാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഥകിലൊരു കോട്ട. പാസ്റ്ററെ ഉറങ്ങിയായിരുന്നോ? ഞാൻ പറഞ്ഞു ഇല്ല, വന്നാട്ടെ എന്ന് പറഞ്ഞു. ഞാനിത് ലൈവിലാണ് പറയുന്നത്. വള്ളികുന്നം AGയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. നാട്ടിലുള്ളവരും കാണുന്നുണ്ടല്ലോ, അവർക്കറിയാം. ശ്രദ്ധിക്കണം. അപ്പോൾ ഉറങ്ങിയാൽ ഞാൻ പറഞ്ഞു ഇല്ല, വന്നാട്ടെ. നോക്കിയപ്പോൾ ഉണ്ട് 4 അപ്പച്ചന്മാർ കയറി വരികയാണ്. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഉറങ്ങി? ഞാൻ ഇല്ല പച്ച, വന്നാട്ടെ, ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്നു. എന്താ പച്ച? അല്ല, പിന്നെ പാസ്റ്റർ പ്രസംഗത്തിനിടെ പറഞ്ഞല്ലോ പരസ്യോഗമൊക്കെ ചെയ്യുമെന്നേ. ഞാൻ പറഞ്ഞു അതെ, ഞാനത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 6 മണിക്കല്ലേ ഉള്ളൂ യോഗം, ഇത്രയും സമയം കിടക്കുമല്ലയോ, നമുക്ക് ഈ വള്ളികുന്നത്ത് 2-3 പരസ്യോഗം നടത്തിയാലോ. ഞാൻ ഇവരെ ഒന്ന് നോക്കി, ഇപ്പോൾ ഒടിഞ്ഞു വീഴുമെന്നും പറഞ്ഞ് നിൽക്കുക, ഉണക്കച്ചുള്ളി പോലെ. അപ്പച്ചന്മാർ ഇവർ 4 എണ്ണം നിൽക്കുക, നമുക്ക് പരസ്യവും നടത്താം. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു പിന്നല്ല, നമുക്ക് ചെയ്യാച്ചാ ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി സിസ്റ്റം എടുത്ത് വണ്ടിയിൽ വെച്ചുകൊണ്ട് ആ വള്ളികുന്നം ഭാഗത്ത് 3 പരസ്യയോഗം നടത്തി. ഞാൻ പ്രസംഗിക്കുമ്പോൾ കാണുകയാണ് ഈ ഒടിഞ്ഞു വീഴാൻ നിൽക്കുന്ന അപ്പച്ചന്മാർ സ്പ്രിങ്ങ് നിൽക്കുക, ട്രാക്റ്റും കൊടുത്തുകൊണ്ട് പറന്ന് നിൽക്കുക. അവരുടെ അകത്ത മനുഷ്യൻ്റെ യുവത്വം ഞാൻ കണ്ടു. കർത്താവിന് വേണ്ടി എന്തുമായി തീരാൻ, ഏതുമായി തീരുവാൻ അവരുടെ അകത്ത മനുഷ്യൻ്റെ യുവത്വം. തണ്ടും തടിമിടുക്കുള്ളവരൊക്കെ അവിടെ വന്നിരുന്നു, ആരാധിച്ച് എഴുന്നേറ്റ് പോയി. ഒരു കൈ പോലും അടിക്കത്തില്ല പലതും. അയ്യോ, ചിലരൊക്കെ കൈ വായ കമ്പിട്ട് കുത്തിയാൽ സ്വോത്രം പറയത്തില്ല, കൈ അടിക്കത്തില്ല. ഇങ്ങനെ ജവളിക്കട ബൊമ്മ ഇരിക്കുന്ന പോലെ ഇരുന്നേച്ച് പോകും ചുമ്മാ വന്ന്.
പിന്നെ ചിലർ ഉള്ള കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ നാട്ടിൽ ചിലർ കൈയടിക്കുന്ന കണ്ടാൽ ഇവർ അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ചിലർ കൈയടിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് വിടുക. ചിലർ കൈയടിക്കുന്ന ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ അടിക്കുന്നവരുണ്ട്. പിന്നെ ഇതിൽ ചില പയ്യന്മാരുണ്ട്, അവർക്കില്ല ജിമ്മിൽ പോകുന്ന ഓർമ്മയാണ്. അവിടെ എക്സസൈസ് ചെയ്തുള്ളൊരടിയാണ് അവരടിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവരടിക്കാതിരിക്കുന്നതാ നല്ലതെന്ന്. അവർക്ക് അങ്ങനെയുള്ള പല അടിയുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച്, ഈ അപ്പച്ചന്മാരിങ്ങനെ പറന്നു നിൽക്കുക. കാരണം അവരുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ. അതുകൊണ്ടാണ് പൗലോസ് പറയുക 1 കൊരിന്ത്യർ 4:16 എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. ഞങ്ങളുടെ പുറത്തുള്ളത് ക്ഷയിച്ചു പോകുന്നു. ഒന്ന് പറഞ്ഞേ, ഞങ്ങളുടെ പുറമേയുള്ളവൻ, ഞങ്ങളുടെ അകത്തുള്ളവൻ പുതുക്കം പ്രാപിക്കും. ഒന്ന് പറഞ്ഞേ, പുറമേയുള്ളവൻ, അകത്തുള്ളത്. പക്ഷെ നമ്മൾ നേരെ തല തിരിച്ചാ. പുറമേ ഉള്ളത് പുതുക്കം പ്രാപിക്കുന്നു, അകത്തുള്ളത് പട്ടിണി കിടന്ന് ഉണങ്ങുന്നു. ശരിയല്ലേ? മനസാക്ഷി കുത്തുന്നില്ലേ? നമ്മുടെ പുറമേ ഉള്ളതിനെ നമ്മൾ മിനുക്കിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷെ നമ്മുടെ അകത്തുള്ളത് കർത്താവിന് വേണ്ടി എത്രത്തോളം ശക്തി പ്രാപിക്കുന്നു. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവസഭയ്ക്ക് യുവത്വം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഓടി വരാം. കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഒരു കൺവെൻഷൻ, പരസ്യയോഗം, അല്ല ഭവന സന്ദർശനം, 10 ട്രാക്ട് കൊടുക്കണം, എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ കർത്താവിന് വേണ്ടിയാ ചാടി നിൽക്കണം. ഒരു ആത്മീയ യുവത്വം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി പ്രാണനെ തന്ന കർത്താവിൻ്റെ ആ ക്രൂശിലെ മരണത്തെ ഓർത്താൽ നമ്മൾ എന്ത് ചെയ്താൽ പകരമാകും. സ്തോത്രം. ഞാൻ 10 ട്രാക്ട് കൊടുത്തുണ്ടോ, 10 പരസ്യവും നടത്തിയുണ്ടോ തീരുവോ? യേശു നമുക്ക് വേണ്ടി ചെയ്തതിന് പകരം ഒരിക്കലും ആകുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ കാലം 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് കയറെ തൂങ്ങുന്ന കാലം. 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന കാലമായത്. അങ്ങനെങ്കിൽ അവസാനത്തെ തുള്ളി രക്തവും ഒഴുക്കി സ്വന്തം പ്രാണനെ തന്ന് പ്രേമിച്ച ആ പ്രേമത്തിന്റെ മുമ്പിൽ, ആ സ്നേഹത്തിന്റെ മുമ്പിൽ നീ എന്ത് പകരം കൊടുക്കും? സ്തോത്രം. 10 ട്രാക്ട് കൊടുത്താൽ തീരുവോ? തീരത്തില്ല. എന്തുമായി തീരുവാനൊരു യുവത്വം ഉണ്ടായിരിക്കണം. ഞാൻ ഓടി വരാം. 3 യുവതികളായ സകല കന്യകമാരെയും, അർത്ഥാൽ കന്യകത്വം ഉണ്ടായിരിക്കണം. ഒറ്റ വാക്കി പറഞ്ഞാൽ മലിനപ്പെടാത്തവളായിരിക്കണം മണവാട്ടി. കർത്താവിനായി വേർതിരിക്കപ്പെട്ട മണവാട്ടിയെ നീ ലോകത്തോടുകൂടെ മാലിന്യപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. നിശ്ചയം കഴിഞ്ഞു. നമ്മുടെ നിശ്ചയം കഴിഞ്ഞ പിള്ളേർ വല്ലതും പരിചയത്തിലുണ്ടെങ്കിൽ അവരുടെ അമ്മയോട് ചോദിക്കണം, മോൾ എങ്ങനെ ഉണ്ടാവള്? കുഴപ്പമൊന്നുമില്ല, പിന്നെ ഫോൺ ബിൽ ഇച്ചിരി കൂടുതലാന്ന് പറയും. കാരണം നിശ്ചയം കഴിഞ്ഞാൽ കല്യാണം വരെ അവ കുറക്കമില്ല. വെളുക്ക അങ്ങ് വിളിയ, അച്ചാച്ചനെ വിളിയ, രാത്രിയെന്നില്ല പകലെന്നില്ല അങ്ങ് വിളിയോട് വിളിച്ചില്ലേ അവനും പരാതി, എന്നാടി ഇന്നലെ വിളിക്കാൻ എനിക്ക് സ്നേഹമില്ല പോടുന്നൊക്കെ പറയും. പിന്നെയും വിളിയ. പാവപ്പെട്ട പെണ്ണുങ്ങൾ ഇതൊന്ന് വിശ്വസിച്ച് കല്യാണം കഴിഞ്ഞു അങ്ങ് വിളിക്കും. എവിടെ എത്തിയച്ചാ? അങ്ങോട്ട് പരിപാടി. എവിടെ എത്തിയച്ചാ? അങ്ങോട്ടല്ലേ വരുന്നെന്ന് പറഞ്ഞു. എവിടെ എത്തിയ? നീ കൂടെ എവിടെ എത്തിയെന്ന് ചോദിക്കണം. അങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോൾ പണ്ട് വിളിച്ചില്ലായിരുന്നു പ്രശ്നം, ഇപ്പോൾ വിളിച്ചാലാണ് പ്രശ്നം. പോട്ടെ, എന്തായാലും നിശ്ചയം കഴിഞ്ഞവരോട് ആ അനുഭവം ചോദിച്ചാൽ അവർ പറയും അവൾ എപ്പോഴും അച്ചാച്ചനെ വിളിയാ. ഞാൻ ചോദിക്കട്ടെ, ഒരപ്പനും അമ്മയും അവളെ വഴക്ക് പറഞ്ഞ് കണ്ടിട്ടില്ല. എന്തിനാണ് വിളിക്കുന്നത്? ഫോണിഞ്ഞടി തല്ലിപ്പൊട്ടി ഒന്നുമില്ല. കാരണം അവളൊരു അന്യപുരുഷനെ അല്ല വിളിക്കുന്നത്, അവക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടവനോടാണ് സംസാരിക്കുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട മണവാട്ടി സഭയ്ക്ക് ഇനി സംസാരിക്കാൻ ഒറ്റ മണവാളനേ ഉള്ളൂ, അവൻ ക്രിസ്തുവാണ്. എനിക്കും നിനക്കും എപ്പോഴും ബന്ധപ്പെടുവാൻ പറ്റുന്നൊരു മണവാളൻ ക്രിസ്തുവാണ്. അവന് വേണ്ടി നിശ്ചയം കഴിഞ്ഞതാണ്. ഇനി എനിക്ക് അവന്റെ ശബ്ദമൊന്ന് കേൾക്കണം. ഏത് സമയത്തും അതിനൊരു വാഞ്ചയാണ്. അവനോട് സംസാരിക്കണം. അവളെ മുമ്പിൽ കൂടെ പിന്നെ മമ്മൂട്ടി പോയാലും മോഹൻലാൽ പോയാലും നമുക്ക് വിഷയമല്ല. കാരണം അവൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അച്ചാച്ചനെ കുത്തിക്കൊണ്ട് നടക്കുകയാണ്. നമുക്ക് വേണ്ടി നിശ്ചയം കഴിഞ്ഞ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടി ലോകത്തോടുകൂടെ മാലിന്യപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കവലപ്രസംഗത്തിൻ്റെ നാട്ടുഭാഷയിൽ ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സഹോദരൻ എന്തുവാ മോനെ, പേരെന്തുവാ മോനെ? ബ്ലസൻ. ഞാൻ പിന്നെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ബ്ലസനോട് പപ്പ പറയുകയാണ്, മോനെ ബ്ലസാ, നിനക്കൊരു കല്യാണം നോക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രവചനമൊന്നും അല്ലേ,
അല്ല, ഇനി പാസ്റ്റർ ദൂത് പറഞ്ഞ കേട്ടോ എന്നൊന്നും പറഞ്ഞൊന്നും നിൽക്കരുത്, ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, പപ്പ പറയാം മോനെ ബ്ലസ്സ നിനക്കൊരു കല്യാണം നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ബ്ലസ്സൻ പറഞ്ഞു, പിന്നെ പപ്പയല്ലേ ആ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു, പപ്പയുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അല്ല മോനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ സ്ഥലത്ത് വെച്ചൊരു പെങ്കൊച്ചിനെ കണ്ടു, അവളെ നോക്കാനാ. അതൊക്കെ പപ്പയാണല്ലോ കാര്യങ്ങൾ തീരുമാനം, ഞാനല്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ മോനെ അവൾ വലിയ സൗന്ദര്യമൊന്നും പറയാനില്ല. ഓ എന്നാ സൗന്ദര്യമാണ് പപ്പ, ബ്ലസ്സൻ പറയാം, എന്നാ സൗന്ദര്യമാണ് പപ്പ, ഇച്ചിരി തീപ്പൊള്ളൽ മോന്തയ്ക്ക് വീണാൽ തീർന്നില്ലയോ? ശരിയല്ലേ? ഉണ്ടെന്നില്ല, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ ചെല്ലുമ്പോൾ സിനിമാ നടിയെ വെല്ലുന്ന ഗ്ലാമറുള്ള ടീമുകൾ ശരീരത്ത് പൊള്ളലേറ്റ് വാഴയിലക്കകത്ത് വന്ന് കിടക്കുക, കെട്ടിയവന് പോലും വേണ്ട, പെറ്റ തള്ളയ്ക്ക് വേണ്ട. വാഴയിലക്കകത്ത് ബബിൾഗം പോലെ പെരുകി കിടക്കുക, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച ഭർത്താവുമായിട്ട് വഴക്കിട്ടപ്പോൾ എടുത്ത് ദേഹത്തോട് ഒഴിച്ച് കത്തിച്ചു. മുഖം മാത്രം സിനിമാ നടിയെ പോലെ ഇരിക്കും, ഇങ്ങനെ ഒഴിച്ചിട്ടാണ് കത്തിച്ചത്. അതുകൊണ്ട് ദേഹം മൊത്തം കരിഞ്ഞ് ബബിൾഗം പോലെ പെരുകി കിടക്കുക. ഭർത്താവിന് വേണ്ട, പെറ്റ തള്ളയ്ക്ക് കുളിപ്പിക്കാൻ വയ്യ. അന്ന് ഗർഭാവസ്ഥയിലിരിക്കുന്ന എൻ്റെ വൈഫും ബൈബിൾ കോളേജിൽ അന്ന് എൻ്റെ പെങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവളും എൻ്റെ ഉമ്മയും ചേർന്ന് 18 ദിവസം ഇവരെ തേച്ച് കുളിപ്പിച്ച് മരുന്നിട്ട് ഞങ്ങളന്ന് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുക. അനുഭവമൊക്കെ ഒത്തിരി പറയാം, അത് പോട്ടെ. അപ്പോൾ ഏതായാലും സൗന്ദര്യം അത്രയേ ഉള്ളൂ. ബ്ലസം പറഞ്ഞു, അല്ലൊന്നും വലിയ കാര്യമില്ല പപ്പ. ഉടനെ പപ്പ പറഞ്ഞു, മോനെ അവർക്ക് വലിയ പഠിത്തമൊന്നും ഇല്ല. ഓ എന്നാ പഠിത്തം, പപ്പയും മമ്മിയും നോക്കണം, ഇച്ചിരി കഞ്ഞി വല്ലതും വിളമ്പി വെച്ച് തരണം, അത് അത്രയൊക്കെ മതിയെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് വലിയ സ്ത്രീധനം ഒന്നും തരാനൊക്കത്തില്ലടാ ബ്ലസ. എന്നാ സ്ത്രീധനം പപ്പ, ഒന്നുമില്ലായ്മെന്ന് ദൈവം നമ്മളെ ഇത്രയും മാനിച്ചില്ലേ? അത് ദൈവം തരുമോ? അതൊക്കെ ദൈവം വലിയ തരുന്നത്. ഒരു നിമിഷം കൊണ്ട് ഇല്ലാത്തവനാക്കാനും വലുതാക്കാനും ഒക്കെ ദൈവത്തിന് പറ്റത്തില്ലേ? പപ്പ അതിലൊന്നും ഭാരപ്പെടണം. പിന്നെ അവളെ കുടുംബക്കാരൊന്നും അത്ര വലിയ മഹത്വമുള്ളവരൊന്നും അല്ല. ഉടനെ ബ്ലസം പറഞ്ഞു, കുടുംബക്കാരല്ലല്ലോ, എൻ്റെ കൂടെ ജീവിക്കുന്ന പെങ്കൊച്ചല്ലേ, അപ്പോൾ കുടുംബക്കാരെ എന്തിനാ നോക്കുന്നത്, അത് മതി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനങ്ങ് നോക്കുക. എല്ലാം കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞു, പിന്നെ മോനെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാ പപ്പ? അവള് ഒരാഴ്ച ഒരുത്തൻ്റെ കൂടെ പോയതാ. അപ്പം അത്രയും കാര്യം ബ്ലസൻ എന്തു പറഞ്ഞു? അതൊന്നും കുഴപ്പമില്ല, ഓക്കെ ഒന്ന്. അപ്പോൾ ഇത് കേട്ടോ ബ്ലസൻ പറയും, അതൊക്കെ ഇപ്പോൾ സ്വാഭാവികമല്ലോ, കുഴപ്പമില്ല പപ്പ. അങ്ങനെ പറയത്തില്ല. ഈ ലോകത്തിൽ ഒരു മണവാളം പോലും, നിങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാ, ഈ ലോകത്തിലെ മാനുഷികമായ നിലയെടുത്ത് പഠിച്ചാൽ പോലും അവൻ ഒറ്റ ഡിമാൻഡ് മുമ്പിൽ വെക്കും, അവൾ മലിനപ്പെടാത്തവളായിരിക്കണം. അങ്ങനെയെങ്കിൽ അഴുക്കിൻ്റെ അംശം പോലുമില്ലാത്ത വിശുദ്ധിയിൽ ഭയങ്കരനും പരിശുദ്ധിയുടെ മണ്ഡലത്തിൽ ജീവിക്കുന്നവനുമായ മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ അശുദ്ധിയുള്ള മണവാട്ടിയല്ല അവൻ ആവശ്യം. ശുദ്ധീകരണം കൂടാതെ ആരും അവൻ്റെ മുഖം കാണുകയില്ല. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ്റെ അരികിലിരിക്കുവാനുള്ള ഭാഗ്യം മണവാട്ടി സഭയ്ക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കന്യകയായിരിക്കണം. ലോകത്തോടുകൂടെ നീ മാലിന്യപ്പെടരുത്. അപ്പൊ മണവാട്ടി സഭയ്ക്ക് മിനിമം 3 യോഗ്യത: സൗന്ദര്യം, യുവത്വം, കന്യകത്വം. അപ്പൊ ചിലർ ചിന്തിക്കുക, പാസ്റ്ററെ അപ്പൊ ഈ 3 യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങളെ കാഹളനാഥെങ്കിൽ പറത്തിക്കൊണ്ടങ്ങ് പോവോ? പോകത്തില്ല. അയ്യോ, പിന്നെ ഒരു കടമ്പ കൂടെ ഉണ്ട്. എന്തോ ഒരു കടമ്പ? ഈ 3 യോഗ്യതയുള്ളവരെ കണ്ടെത്തി ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം? വായിച്ചിട്ട് പുസ്തകം അടയ്ക്കാം. വായിച്ചുകൂടെ? ഹേഗായുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. മതി, പുസ്തകം അടച്ചു. ശ്രദ്ധിച്ചേ, ഈ 3 യോഗ്യതയുള്ളവരെ കണ്ടെത്തി ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? രാജാവിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുമല്ല. ഇടയ്ക്ക് ഒരു കടമ്പ കൂടെ കാര്യസ്ഥന്റെ കയ്യിൽ ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കും. അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥന്റെ കയ്യില ഈ മണവാട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കാര്യസ്ഥൻ അത്രേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ കാര്യസ്ഥന്റെ കയ്യിൽ മണവാട്ടി ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിന്? ഒറ്റ ദൂത്, ശുദ്ധീകരണത്തിന്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നിന്നെ പ്യൂരിഫൈ ചെയ്ത് നല്ല കൊള്ളാവുന്നവളാക്കി രാജാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ മുറ വരുമ്പോൾ ആരാ കൊണ്ടുപോകുന്ന ഈ മണവാട്ടിയെ? കാര്യസ്ഥനാ കൊണ്ടുപോകുന്നേ. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് മണവാട്ടി സഭയം കൊണ്ട് കാഹളനാദത്തിങ്കൽ ആമേൻ രാജാവിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്: രാജാവ് അവളിൽ പ്രസാദിച്ചിട്ട് കിരീടം അവളുടെ തലമേൽ വെച്ചു കൊടുത്തു. ഇതിന് സംഭവിക്കാൻ പോകുന്നു. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് ദൈവസഭയാകുന്ന മണവാട്ടിയം കൊണ്ട് കാഹളനാദത്തിങ്കൽ മധ്യാകാശ മണ്ഡലത്തിൽ നിർത്തുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിച്ചിട്ട് നാമും കിരീടങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിവസം ഇതാ വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. എത്ര മനോഹരമായ മർമ്മമാ ഈ പഴയ നിയമത്തിൽ നിഴലായി ഒളിഞ്ഞു കിടക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവസഭയെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ സൗന്ദര്യമുള്ള, യുവത്വമുള്ള,
മലിനപ്പെടാത്ത മണവാട്ടിയായി കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടുവാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.